അപ്പോൾ ഇത് ഒരു ഭാഗമാണ്. ഇത് മുഴുവനായിട്ട് ചെറുത്തുനിൽപ്പും ഒന്നാം സ്വാതന്ത്ര്യ സമരവും, അതാണ് നമ്മുടെ ചാപ്റ്ററിന്റെ പേര്. ചെറുത്തുനിൽപ്പും ഒന്നാം സ്വാതന്ത്ര്യ സമരവും എന്നാണ് നമ്മുടെ ഓക്കെ 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 എന്നാണ് നമ്മുടെ ചാപ്റ്ററിന്റെ പേര്. പക്ഷെ ഇത് ഈ ക്ലാസിന്റെ ഒരു ചെറിയ ഭാഗം മാത്രമാണ് ഈ ചാപ്റ്റർ. ഫുള്ളായിട്ട് ഈ ചാപ്റ്ററുമായിട്ട് അടിസ്ഥാന മീൻസ് അതായത് എല്ലാ ക്വസ്റ്റ്യനും ഈ ചാപ്റ്ററിൽ നിന്നല്ല, അത് മനസ്സിലാക്കാം. കുഴപ്പമില്ല. എക്സാം അറ്റൻഡ് ചെയ്യാൻ പ്രയാസം വേണം. നമുക്ക് പതുക്കെ ആ പ്രയാസമൊക്കെ മാറ്റിയെടുക്കാം. ഓക്കെ, ശരിയാവും. ഡോണ്ട് വറി, ബി ഹാപ്പി. ഓക്കെ, അപ്പൊ നമുക്ക് കുറച്ച് കാര്യങ്ങൾ നോക്കാം. 1857 നമ്മൾ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന പേരിൽ പഠിക്കുന്ന ഒരു വിപ്ലവമാണ് എന്ത്? 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം. ഉറപ്പായിട്ട് തരും. ഇതിന്റെ PDF ഫുള്ളായിട്ട് തരും കേട്ടോ നിങ്ങൾക്ക്. എന്താണ് ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്നറിയപ്പെടുന്നത്? 1857 വിപ്ലവമാണ്. നമുക്കൊക്കെ അറിയാം അല്ലെ? 1857 വിപ്ലവമാണ്. 1857 വിപ്ലവം. കണക്ട് ചെയ്ത് പഠിക്കുക. 1857 ആരംഭിച്ച കലാപം എല്ലാ സ്ഥലത്തും ഒരേ സമയത്തല്ല ആരംഭിച്ചത്. നമ്മുടെ എന്താ പറയാ, 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് അല്ലെ? പക്ഷെ അതിനും എത്രയോ വർഷം മുമ്പ്, 1857 നമ്മുടെ ഗാന്ധിജി ജനിക്കുന്നതിന് മുമ്പ് അല്ലെ? ഗാന്ധിജി ജനിക്കുന്നപ്പോഴാണ് 1869 അല്ലെ? അതിനും ഒരു 12 വർഷങ്ങൾക്ക് മുമ്പേ നമ്മുടെ ഇന്ത്യയിൽ ഒരു സ്വാതന്ത്ര്യ സമരം ഉണ്ടായിരുന്നു. അതിനെയാണ് നമ്മൾ എന്ത് പറയണത്? ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് പറയുന്നത്. 1857 ആ സമരം നടന്നത്. പിന്നെ ഈ കലാപം ആരംഭിക്കുമ്പോൾ അന്ന് കമ്മ്യൂണിക്കേഷൻ ഒക്കെ വളരെ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാലത്താണ് നടന്നത്. പക്ഷെ ഇന്നത്തെ പോലത്തെ ഒരു കമ്മ്യൂണിക്കേഷൻ ഒക്കെ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ എല്ലാ ആളുകൾക്കും പരസ്പരം പെട്ടെന്ന് കാര്യങ്ങൾ കൈമാറാനൊക്കെ ഉള്ള ഒരു സൗകര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ അന്ന് തന്നെ നമ്മൾ സ്വാതന്ത്ര്യം നേടിയെടുത്തിട്ടുണ്ടാവുമായിരുന്നു. പക്ഷെ അന്ന് എന്താ സംഭവിച്ചത്? ഓരോ സ്ഥലത്തും വേറെ വേറെ സമയത്താണ് കലാപം ആരംഭിച്ചത്. എല്ലാ സമയത്തും ഒരേ സമയത്ത് ഇവർക്ക് ആരംഭിക്കാൻ കഴിഞ്ഞില്ല. കാരണം എണ്ണത്തിൽ വളരെ കുറഞ്ഞ ബ്രിട്ടീഷ് സൈന്യം അല്ലെ? എണ്ണത്തിൽ വളരെ കുറവാണ്. നമ്മുടെ നാട്ടുരാജാക്കന്മാരെല്ലാവരും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ ഒരു 5 ബ്രിട്ടൻ സൈന്യത്തെ തോൽപ്പിക്കാൻ പറ്റുന്ന അത്രയും സൈന്യം ആരുടെ അടുത്തുണ്ട്? ഈ നാട്ടുരാജാക്കന്മാരുടെ എല്ലാ ആളുകളുടെ അടുത്തും കൂടെ ഉണ്ടാവും. പക്ഷെ ഇവർക്കെല്ലാം ഒരുമിച്ച് നിൽക്കാൻ സാധിച്ചില്ല എന്നുള്ളതാണ്. കാരണം കലാപം എല്ലാ സ്ഥലത്തും ഒരേ സമയത്തല്ല ആരംഭിച്ചത്. ഒരു സ്ഥലത്ത് തുടങ്ങിയ കലാപം മറ്റൊരു സ്ഥലത്ത് അറിഞ്ഞാൽ മാത്രമേ അവിടെ കലാപം പൊട്ടിപ്പുറപ്പെട്ടിരുന്നുള്ളൂ. അതായിരുന്നു ഒരു പ്രശ്നം. ഓക്കെ, ഇന്ത്യയിൽ മുഗൾ ഭരണത്തിന്റെ പരിപൂർണമായ പതനത്തിന് കാരണമായ വിപ്ലവമാണ് 1857 വിപ്ലവം. 1857 വിപ്ലവം. അപ്പൊ നമ്മൾ മുഗൾ കാലഘട്ടം വളരെ ബേസിക് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അത് എത്രയാണെന്ന് ചോദിച്ചാൽ എങ്ങനെ പറയുക? 1526 ആണ്. 1526 മുതലാണ് മുഗൾ കാലഘട്ടം ആരംഭിക്കുന്നത്. 1526 മുതലാണ്. അതിന്റെ അവസാനം എപ്പോഴാണ്? 1857 മുഗൾ സാമ്രാജ്യത്തിന്റെ പതനം എന്ന് പറയുന്നത് ഈ വിപ്ലവത്തോടു കൂടിയാണ്. ക്ലിയർ അല്ലേ? പിന്നെയോ, ഈ വിപ്ലവം ആരംഭിച്ച സ്ഥലത്തിന്റെ പേരാണ് മീററ്റ്. ഈ വിപ്ലവം ആരംഭിച്ച സ്ഥലമാണ് മീററ്റ് ആണ്. അത് ഉത്തർപ്രദേശിലാണ്. എവിടെയാണ്? ഉത്തർപ്രദേശിലാണ് കൂടുതൽ. ഇതാകണ്ടില്ലേ, വിപ്ലവത്തിൽ ഏറ്റവും കൂടുതൽ കലാപ കേന്ദ്രങ്ങൾ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഉത്തർപ്രദേശിലാണ്. 1857 വിപ്ലവം ആരംഭിച്ചത് മീററ്റിലാണ്. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ വിപ്ലവ പ്രദേശങ്ങൾ, കലാപ പ്രദേശങ്ങൾ ഉണ്ടായിരുന്നത് എവിടെയായിരുന്നു? ഉത്തർപ്രദേശിലാണ്. പിന്നെ ഈ കലാപത്തിന്റെ പൊതുവായിട്ടുള്ള സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പൊതുവായിട്ടുള്ള സവിശേഷതകൾ: ബ്രിട്ടീഷുകാരുടെ വസതികൾ തകർക്കുക, വിദേശീയരുടെ സമ്പത്ത് കൈവശപ്പെടുത്തുക, അതുപോലെ തന്നെ ബ്രിട്ടീഷ് സ്ഥാപനങ്ങൾ തകർക്കുക, ട്രഷറികൾ കൊള്ളയടിക്കുക, ജയിലുകൾ തകർക്കുക, റെയിൽവേ ലൈനുകളും ഫാക്ടറികളും തകർക്കുക. ഒരു കലാപത്തിന്റെ രൂപത്തിലായിരുന്നു അല്ലെ? അതായത് എല്ലാവരും കൂടെ ഇങ്ങനെ ഓടുക, കലാപം ഫുള്ളായിട്ട് തകർക്കുക. കണ്ണിക്കണ്ട ബ്രിട്ടീഷുകാരുടെ വസതി മുഴുവൻ തകർക്കുന്നു, സമ്പത്ത് കൊള്ളയടിക്കുന്നു, ബ്രിട്ടീഷ് സ്ഥാപനങ്ങൾ തകർക്കുന്നു, ട്രഷറികൾ കൊള്ളയടിക്കുക. അപ്പൊ അങ്ങനെ എന്താ പറയാ, നമ്മളൊക്കെ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടാവും അല്ലെ, പലതരം കലാപങ്ങൾ. അതുപോലെ തന്നെ എല്ലാവരും ചെതറി ഓടണം. ഒരു സംഘടിത സ്വഭാവം ഒന്നും ഉണ്ടായിരുന്നില്ല ഇതിന്. ഒരു സൈന്യം ഓപ്പോസിറ്റിൽ നിന്ന് വേറൊരു സൈന്യത്തിനെ അറ്റാക്ക് ചെയ്യുന്ന പോലെയൊന്നും അല്ല ഇത്. ഇത് കലാപമാണ്. കലാപം 1857 കലാപമാണ് കേട്ടോ. പിന്നെ ഒന്നാം സ്വാതന്ത്ര്യ സമരം ഉണ്ടാക്കാനിടയായ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. എന്തൊക്കെയായിരുന്നു കാരണങ്ങള്? സൈനികർക്ക് പുതുതായി നൽകിയ എൻഫീൽഡ് തോക്കുകളിൽ ഉപയോഗിക്കുന്ന തിരകളിൽ പശുവിന്റെയും പന്നിയുടെയും കൊഴുപ്പ് ഉപയോഗിച്ചത് അല്ലെ? നമ്മൾ കുറെ കാലമായിട്ട് യെസ്, പക്ഷെ എനിക്ക് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. ഇപ്പൊ ക്ലിയർ ആണ് അല്ലെ? ഇപ്പൊ ക്ലിയർ ആണ്. യെസ്, എല്ലാടെയും മഴയാണ്. കാരണം ന്യൂനമർദ്ദം. അപ്പൊ നമ്മളെ മുഴുവനായിട്ട് ബാധിക്കും. ഒരു ജില്ലയിലല്ല, എല്ലാ ജില്ലകളെയും ബാധിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, നമുക്ക് ഇതിലേക്ക് വരാം.
ഒന്നാം സ്വാതന്ത്ര്യ സമരം ഉണ്ടാകാനിടയായ കാരണങ്ങൾ നമ്മൾ പറഞ്ഞു. എന്താണ്? സൈനികർക്ക് പുതുതായി നൽകിയ എൻഫീൽഡ് തോക്കുകൾ ഉപയോഗിക്കുന്ന തിരകളിൽ പശുവിന്റെയും പന്നിയുടെയും കൊഴുപ്പ് ഉപയോഗിച്ചത്. അതുമൂലം എന്താണ്? ഒരു വർഗീയമായിട്ടുള്ള കുറെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് അല്ലെ. കാരണം ഇവിടെ പശു എന്ന് പറയുന്നത് അതിന്റെ കൊഴുപ്പ് കഴിക്കുക എന്നുള്ളത് ഹിന്ദുക്കളെ സംബന്ധിച്ചിടത്തോളം ഒരു എന്താ പറയാ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുപോലെ പന്നിയുടെ കൊഴുപ്പ് ഉപയോഗിച്ച് ആ എൻഫീൽഡ് തോക്ക് കടിച്ചു പൊട്ടിക്കുക, അതിന്റെ തിര കടിച്ചു പൊട്ടിച്ച് ഉപയോഗിക്കുന്നത് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പൊ ഇത് എന്താ പറയുക, ഇത് ഈ ഒരു ഇങ്ങനെയുള്ളൊരു കാര്യം എന്താ പറയാ ഈ പട്ടാളക്കാർക്കിടയിൽ, ശിപ്പായിമാർക്കിടയിൽ സ്പ്രെഡ് ആയത് ഇത്തരം ഒരു എന്താ പറയാ അവർക്കിടയിൽ ഒരു കുശുകുശുപ്പിന് ഇടയാക്കി. ഇവർക്കെതിരെ തിരിയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം ഇതാണ്. പിന്നെയോ തുച്ഛമായ ശമ്പളം വളരെ കുറവാണല്ലേ, ശമ്പളം വളരെ കുറവാണ്. അതുപോലെ തന്നെ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരിൽ നിന്ന് നേരിട്ട അവഹേളനം. ഇവരെ വളരെ അടിമകളെ പോലെയാണ് ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന്മാർ കണ്ടിരുന്നത്. ബ്രിട്ടീഷുകാരുണ്ടായിരുന്നു ആര്? ഈ പറഞ്ഞ പട്ടാളത്തില്, ഈ മിലിറ്ററിയിലും ബ്രിട്ടീഷുകാരും ഉണ്ടായിരുന്നു, അതുപോലെ ഇന്ത്യക്കാരും ഉണ്ടായിരുന്നു. ആ ഇന്ത്യക്കാരെ മാത്രമാണ് ശിപ്പായികൾ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ ശിപ്പായികളെ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന്മാരെല്ലാവരും തന്നെ വളരെ മോശമായ രീതിയിലാണ് ട്രീറ്റ് ചെയ്തത്. ഓക്കെ. പിന്നെയോ 1857 വിപ്ലവത്തിലെ ആദ്യ രക്തസാക്ഷി ആരായിരുന്നു? മംഗൾ പാണ്ഡെ ആയിരുന്നു. മംഗൾ പാണ്ഡെ എന്ന് പറയുന്ന വ്യക്തിയായിരുന്നു ആദ്യ രക്തസാക്ഷി. മംഗൾ പാണ്ഡെയെ തൂക്കിലേറ്റിയ വർഷം എപ്പോഴാണ്? 1857 ഏപ്രിൽ 8. ഇതെല്ലാം ചോദിച്ചാണ് കേട്ടോ. ഈ ക്വസ്റ്റ്യൻ ഒക്കെ ചോദിച്ചാണ്. LGS ലെവലിൽ ചോദിച്ചാണ്, LDക്ക് ചോദിച്ചാണ്, എല്ലാത്തിലും ചോദിച്ചാണ്. അപ്പൊ മംഗൾ പാണ്ഡെയെ തൂക്കിലേറ്റിയ വർഷം 1857 ഏപ്രിൽ 8-നാണ്. ഓക്കെ, ഏപ്രിൽ 8. മംഗൾ പാണ്ഡെ അംഗമായിരുന്ന പട്ടാള യൂണിറ്റ് ഏതാണ്? പട്ടാള യൂണിറ്റ് 34th ബംഗാൾ ഇൻഫാൻറ്ററി ആണ്. 34th ബംഗാൾ ഇൻഫാൻറ്ററി ആണ് പട്ടാള യൂണിറ്റിന്റെ പേര്. പട്ടാള യൂണിറ്റിന്റെ പേരാണ് 34th ബംഗാൾ ഇൻഫാൻറ്ററി കേട്ടോ. അതുപോലെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലെ ആദ്യ രക്തസാക്ഷിയായ മംഗൾ പാണ്ഡെയെ കുറിച്ച് പുറത്തിറങ്ങിയ സിനിമയാണ് മംഗൾ പാണ്ഡെ 1857 ദ റൈസിംഗ്. ഓക്കെ, മംഗൾ പാണ്ഡെ 1857 ദ റൈസിംഗ് എന്ന സിനിമയിൽ മംഗൾ പാണ്ഡെയായി വേഷമിട്ടിരിക്കുന്നത് ആരാണ്? അമീർ ഖാൻ ആണ് അല്ലെ. അമീർ ഖാനാണ്. ഓക്കെ. അതുപോലെ തന്നെ ഗ്രീസ് പുരട്ടിയ വെടിയുണ്ട ഉപയോഗിക്കാൻ വിസമ്മതിക്കുകയും അഡ്ജൂട്ടന്റ് പദവി വഹിച്ചിരുന്ന ഉദ്യോഗസ്ഥനെ കൊലപ്പെടുത്തുകയും ചെയ്ത സൈനികനാണ് മംഗൾ പാണ്ഡെ. ഓക്കെ. ഗ്രീസ് പറഞ്ഞ എന്താണ്? ഈ പറഞ്ഞ പശുവിന്റെ കൊഴുപ്പെന്നോ അല്ലെങ്കിൽ പന്നിയുടെ കൊഴുപ്പെന്നോ ഉപയോഗിച്ചിട്ടാണ് ഈ ഗ്രീസ് ഉണ്ടാക്കിയിട്ടുള്ളതെന്നാണ് ഒരു കിംവദന്തി പറയുന്നത്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്തു? ഗ്രീസ് പുരട്ടിയ വെടിയുണ്ട ഉപയോഗിക്കാൻ വിസമ്മതിക്കുകയും അഡ്ജൂട്ടന്റ് പദവി വഹിച്ചിരുന്ന ഉദ്യോഗസ്ഥനെ കൊലപ്പെടുത്തുകയും ചെയ്ത സൈനികനാണ് മംഗൾ പാണ്ഡെ. പിന്നെ മംഗൾ പാണ്ഡെ അഡ്ജൂട്ടന്റ് ബോഗിനെ കൊലപ്പെടുത്തിയത് 1857 മാർച്ച് 29-നാണ്. 1857 മാർച്ച് 29-നാണ്. കണ്ടു പോയിട്ടാ. പിന്നെ 1857 വിപ്ലവത്തിന്റെ ഭാഗമായി മംഗൾ പാണ്ഡെ വധിക്കാൻ ശ്രമിച്ച ഉദ്യോഗസ്ഥനാണ് ജെയിംസ് ഗ്യൂസൺ. 1857 മാർച്ച് 29 ആരിനെ വധിക്കാനാണ് ശ്രമിച്ചത്? ജെയിംസ് ഗ്യൂസനെ വധിക്കാനാണ് ശ്രമിച്ചത്. പക്ഷെ ആള് മാറിയിട്ട് ഈ പറഞ്ഞ അഡ്ജൂട്ടന്റ് ബോഗിനെ കൊലപ്പെടുത്തേണ്ട വന്നു കേട്ടോ. അതാണ് ഉണ്ടായത്. ആള് മാറിപ്പോയി. ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ട തീയതി നമ്മൾ മീററ്റിലാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, 1857 പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ തീയതി എപ്പോഴാന്ന് ചോദിച്ചു കഴിഞ്ഞാല് 1857. എല്ലാവരുടെയും പ്രശ്നമുണ്ട്. അപ്പോ 1857 മെയ് 10 വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. വളരെ ഇമ്പോർട്ടന്റ് ആണ് 1857 മെയ് 10. അതുപോലെ തന്നെ ബ്രിട്ടീഷുകാർ 1857 വിപ്ലവത്തിന് നൽകിയ പേരാണ് ശിപ്പായി ലഹള. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ശിപ്പായിമാര് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇന്ത്യൻ പട്ടാളക്കാരാണ് അല്ലെ. അപ്പൊ ശിപ്പായി ലഹള എന്നാണ് അവർ പറഞ്ഞത്. അതുപോലെ ഡബിൾസ് വിൻഡ്, ചെകുത്താന്റെ കാറ്റ്, ഇതൊക്കെയാണ് നിങ്ങൾ ഈ പറഞ്ഞ ടൈപ്പിസ്റ്റ് എക്സാം എഴുതാൻ പോകുന്നവർ ശ്രദ്ധിക്കേണ്ടത്. ചെകുത്താന്റെ കാറ്റിന് പകരം ഡെവിൾസ് വിൻഡ് എന്നായിരിക്കും ചോദിക്കുക. അതുപോലെ തന്നെ പഠിക്കണം. ഡെവിൾസ് വിൻഡ് എന്ന ഇംഗ്ലീഷിൽ വിശേഷിപ്പിച്ചത് എന്തിനാണ്? 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ.
1857 വിപ്ലവത്തിന്റെ ബുദ്ധി കേന്ദ്രം എന്നറിയപ്പെടുന്ന ആരാണ്? നാനാ സാഹിബ്. നാനാ സാഹിബാണ് 1857 വിപ്ലവത്തിന്റെ ബുദ്ധി കേന്ദ്രം. നാനാ സാഹിബാണ്. നാനാ സാഹിബ്. അതുപോലെ തന്നെ 1857 വിപ്ലവത്തിന്റെ ഫലമായി നാട് കടത്തപ്പെട്ട രാജാവാണ് ബഹദൂർ ഷാ സഫർ. ബഹദൂർ ഷാ സഫർ ആണ്. അദ്ദേഹത്തിനെയാണ് ഈ പറഞ്ഞ അക്രമകാരികൾ മീൻസ് അതായത് കലാപകാരികൾ അദ്ദേഹത്തിനെ ഡൽഹിയിലെ രാജാവായി അവരോധിച്ചു. ഓക്കെ, അദ്ദേഹത്തിനെ അവരോധിച്ചു. അദ്ദേഹവും വിചാരിച്ചു ഓക്കെ സെറ്റാണ്, ഇനി പ്രശ്നമൊന്നുമില്ല, ഇന്ത്യയുടെ സുൽത്താനായിട്ടൊക്കെ നമ്മൾ അവരോധിച്ചിട്ടൊക്കെ വേണ്ടി വിചാരിച്ചു. പക്ഷെ കാര്യങ്ങളെല്ലാം വളരെ വേഗത്തില് കൈവിട്ടു പോയി. ഓക്കെ, 1857 വിപ്ലവത്തിലെ കലാപകാരികളുടെ രഹസ്യ മുദ്രയായിരുന്നു എന്ത്? ചപ്പാത്തിയും ചുമന്ന താമരയും. ചപ്പാത്തിയും ചുമന്ന താമരയും. ചപ്പാത്തി വിപ്ലവം എന്നറിയപ്പെടുന്നത് 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരമാണ്. അപ്പൊ എന്തുകൊണ്ടാണ് ഈ ചപ്പാത്തി സമരം എന്നറിയപ്പെട്ടതെന്ന് അറിയോ? ഇതൊക്കെ അറിയണം. നമ്മുടെ ഇന്ത്യൻ ചരിത്രത്തിന്റെ വളരെ എന്താ പറയാ രക്തരൂക്ഷിതമായിട്ടുള്ള കുറച്ച് കാലത്തെ കാര്യങ്ങളാണ്. അപ്പൊ എന്താണ് സംഭവം? ചപ്പാത്തി. ഈ ചപ്പാത്തി നമ്മുടെ ഈ സിഖുകാർക്കിടയിലാണ്. നമ്മുടെ നാനാ സാഹിബിന്റെ ഗുരു ആയിരുന്നു കേട്ടോ. ആ പുള്ളിയാണ് ഇത് തുടക്കം കുറിച്ചത്. എന്ത് ചെയ്തു? ചപ്പാത്തികളിലാണ് എന്താ പറയാ രഹസ്യങ്ങൾ കൈമാറിയിരുന്നത്. ചപ്പാത്തികളിലാണ് എഴുതിയിട്ട് രഹസ്യങ്ങൾ കൈമാറിയിരുന്നത്. വളരെ ബ്രില്യന്റ് ആയിട്ട് ഓരോ മെസ്സേജ് പാസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചത് ചപ്പാത്തി ആയിരുന്നു. യെസ്, മെസ്സേജ് പാസ് ചെയ്യാൻ ഉപയോഗിച്ചത് ചപ്പാത്തി ആയിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ചപ്പാത്തി വിപ്ലവം എന്നറിയപ്പെടുന്നത് അല്ലെ. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്താണ്? ചപ്പാത്തി വിപ്ലവം എന്നറിയപ്പെടുന്നു. പിന്നെ ഇന്ത്യയിലെ ആദ്യ വനിതാ രക്തസാക്ഷി ആരായിരുന്നു? ആദ്യ രക്തസാക്ഷി ആരാണ്? മംഗൾ പാണ്ഡെ ആണ് അല്ലെ. ആദ്യ രക്തസാക്ഷി മംഗൾ പാണ്ഡെ ആണ്. ഇവിടെ ആദ്യ വനിതാ രക്തസാക്ഷി ആരാണ്? പ്രീതി ലതാ വഡേക്കർ ആണ് കേട്ടോ. പ്രീതി ലതാ വഡേക്കർ. പ്രീതി ലതാ വഡേക്കർ. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ രക്തസാക്ഷി ആരാണ്? ഖുദിറാം ബോസ് അല്ലെ. ഖുദിറാം ബോസ്. ഖുദിറാം ബോസ് ആണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ രക്തസാക്ഷി. ഇതിന്റെ നോട്ട് നിങ്ങൾക്ക് കിട്ടുംട്ടോ. ഇതിന്റെ നോട്ട് ഈ PDF ഫുള്ളായിട്ട് നിങ്ങളുടെ കയ്യിലെത്തും. അപ്പൊ അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും ആവർത്തിക്കാത്തത്. അതൊരു പക്ഷെ നിങ്ങൾ റെക്കോർഡ് ക്ലാസ് ഒക്കെ പിന്നെ കാണുമ്പോൾ അത് നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാവും. ഓക്കെ, പിന്നെയോ 1857 വിപ്ലവത്തിന്റെ പ്രധാന നേതാക്കൾ. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് അല്ലെ. എല്ലാവർക്കും അറിയാം, വളരെ ഇമ്പോർട്ടന്റ് ആണ്. എന്താണ്? സ്ഥലങ്ങൾ എപ്പോഴും മാറിപ്പോകാൻ സാധ്യതയുള്ള സ്ഥലങ്ങളൊക്കെയാണ് അല്ലെ. ഓക്കെ, അപ്പൊ ഝാൻസി റാണി അല്ലെ. ഝാൻസി റാണി നമുക്കറിയാം. ഝാൻസി റാണി ഝാൻസിയിൽ അല്ലെ. ഝാൻസി റാണി എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ഝാൻസി റാണി അവരുടെ സ്ഥലം ഝാൻസിയാണ്. അതുകൊണ്ട് ഝാൻസി റാണി എവിടെയാണ്? റാണി ലക്ഷ്മിബായി ഝാൻസി റാണിയിലെ യുദ്ധം നയിച്ചു. ഗോളിയോറിലും യുദ്ധം നയിച്ച ആരാണ്? റാണി ലക്ഷ്മിബായി തന്നെയാണ് ഗോളിയോറിലും യുദ്ധം നയിച്ചത്. അതുപോലെ ബീഹാറിൽ യുദ്ധം നയിച്ചത് കൻവർ സിംഗ് ആണ്. കൻവർ സിംഗ് ബീഹാറിലാണ് യുദ്ധം നയിച്ചത്. കൻവർ സിംഗ്. ജഗദീഷ്പൂരിലും ബീഹാറിലും ആരാണ്? കൻവർ സിംഗ്. കൻവർ സിംഗ്. അതുപോലെ ഡൽഹിയോ ജനറൽ ബക്ത് ഖാനും ബഹദൂർ ഷാ രണ്ടാമനും. ബഹദൂർ ഷാ രണ്ടാമന്റെ ജനറൽ ആയിരുന്നു ആര്? ബക്ത് ഖാൻ. ഡൽഹിയിൽ ഇവർ രണ്ടാളുമാണ് നമ്മുടെ മുഗൾ സാമ്രാജ്യത്തിന്റെ ഭാഗമായിട്ട് യുദ്ധം നയിച്ച ആളുകളാണ്. ജനറൽ ബക്ത് ഖാനും ബഹദൂർ ഷാ രണ്ടാമനും. ആസാമിൽ ആരാണ്? ദിവാൻ മണിറാം. ആസാമില് ദിവാൻ മണിറാം. അതുപോലെ മീററ്റിൽ ആരാണ്? മീററ്റില് കേതം സിംഗ് അല്ലെ. മീററ്റിലാണ് ഈ കലാപം പൊട്ടിപ്പുറപ്പെട്ടതെന്ന് പറഞ്ഞു. അപ്പൊ മീററ്റിലാണ് ആര് കലാപം നയിച്ചത്? കേതം സിംഗ് ആണ് കലാപം നയിച്ചത്. കേതം സിംഗ് ആണ് കലാപം നയിച്ചത്. അതുപോലെയോ കാൺപൂരിൽ ആരൊക്കെയായിരുന്നു? നാനാ സാഹിബും താന്തിയ തോപ്പിയും. നാനാ സാഹിബും താന്തിയ തോപ്പി ആയിരുന്നു അല്ലെ. അതുപോലെ ആഗ്രയില് ബീഗം ഹസ്രത് മഹൽ. ആഗ്ര അതുപോലെ ലക്നൌവിൽ ആരായിരുന്നു? ബീഗം ഹസ്രത് മഹൽ. ഔദിലും ബീഗം ഹസ്രത് മഹലാണ് കേട്ടോ. ഔദില് ഔദ് അങ്ങനെയൊക്കെ പണ്ട് കുറെ പേരൊക്കെ ഇംഗ്ലീഷൊക്കെ വരും, മാറി വരും. ഔദ് എന്നൊക്കെ പറയും. അപ്പൊ ഇതിലൊക്കെ ഏതെങ്കിലും പേര് മാറിയാൽ നിങ്ങൾ അതിനെ എന്ത് ചെയ്യണം? നിങ്ങൾ മനസ്സിലാക്കി എടുക്കണം. ഓക്കെ, ഔദ് ബീഗം ഹസ്രത് മഹൽ. ഫൈസാബാദ് മൗലവി അഹമ്മദുള്ള. അതുപോലെ ബറേലി ആരാണ്? ഖാൻ ബഹദൂർ ആണ്. ഖാൻ ബഹദൂർ. ഒരിക്കൽ കൂടെ പറയാം, നിങ്ങൾ വായിച്ച് പഠിക്കണുണ്ടോ ഒന്ന്. ഇപ്പൊ നമുക്ക് പറഞ്ഞു പോകാം എന്താണ്? ഝാൻസിയിലെ റാണി ലക്ഷ്മിബായി. ഝാൻസി റാണി നമ്മൾ പഠിച്ചത് നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് അറിയാം. ഗൗളിയോറും അതുമായി ബന്ധപ്പെട്ട സ്ഥലം തന്നെയാണ്. അവിടെയും ആരാണ്? റാണി ലക്ഷ്മിബായി ആണ്. ഗൗളിയോറിലാണ് ഝാൻസി. ഓക്കെ, അപ്പൊ ഗൗളിയോറിന്റെ പരിസരത്ത് ആ ഒരു അവരുടെ ഇതുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പോ ഗൗളിയോറിലും റാണി ലക്ഷ്മിബായി ആണ്. ബീഹാർ ജഗദീഷ്പൂരിലും
കൻവർ സിംഗ് ആണ്. ആരാണ്? കൻവർ സിംഗ് ആണ്. പിന്നെയോ ഡൽഹിയിൽ ജനറൽ ബക്ത് ഖാനും ബഹദൂർ ഷാ രണ്ടാമൻ അല്ലെങ്കിൽ ബഹദൂർ ഷാ സഫർ ആയിരുന്നു കേട്ടോ. അതുപോലെ ആസാം ദിവാൻ മണിറാം. ആസാം ആരാണ്? ദിവാൻ മണിറാം. മീററ്റിലോ ഗേദം സിംഗ്. വല്ലാത്തൊരു ഖേദമായിരുന്നു അല്ലെ മീററ്റില് ഈ വിപ്ലവം തുടങ്ങിയത്. വലിയൊരു ഖേദമായിരുന്നു. ഒരുപാട് പേര് മരിച്ചു വീണതൊക്കെ ഭയങ്കര ഖേദമായിരുന്നു. അപ്പൊ ഗേദം സിംഗ് മീററ്റില് ആദ്യമേ തന്നെ തുടങ്ങിയത് ഗേദം സിംഗ് ആണ്. ആസാമില് ദിവാൻ മണിറാം ആസാം. കാൺപൂരിൽ ആരാണ്? നാനാ സാഹിബും താന്തിയ തോപ്പിയും. നാനാ സാഹിബിന്റെ മന്ത്രിയൊക്കെയായിരുന്നു ആര്? താന്തിയ തോപ്പി ട്ടാ. അതുപോലെ ആഗ്രയിലും ലക്നൌവിലും അവധിലും ബീഗം ഹസ്രത് മഹലാണ്. ആഗ്രയിലും ലക്നൌവിലും അവധിലും ആരാണ്? ബീഗം ഹസ്രത് മഹലാണ്. ബറേലിയില് ഖാൻ ബഹദൂറും ഫൈസാബാദിലെ മൗലവി അഹമ്മദുള്ള. ഓക്കെ, നമ്മൾ ഈ PDF ഒക്കെ എടുക്കുമ്പോൾ ഇതൊക്കെ ഒന്നും കൂടെ ഒന്ന് അമർത്തി പഠിച്ചു പോവാ. ഓക്കെ, പിന്നെ അനാവശ്യമായിട്ട് നിങ്ങൾ കോഡിടാൻ നിൽക്കരുത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അത് നിങ്ങളെ ഭയങ്കരമായിട്ട് കൺഫ്യൂസ് ആക്കും. വെറുതെ അനാവശ്യമായിട്ട് അതിനുവേണ്ടി കോഡൊന്നും ഇടരുത്. മനസ്സിലാക്കി പഠിച്ചു പോയാൽ മതി. മാപ്പൊക്കെ വെച്ചൊന്ന് നോക്കിയാൽ മതി. സിമ്പിളായിട്ട് കിട്ടുന്നേ. ഝാൻസിയും ഗൗളിയോറും ഒരേ ഏരിയയിൽ കിടക്കുന്നതാണ്. അത് രണ്ടും ഝാൻസി റാണിയാണെന്നും ഡൽഹിയിൽ ഇവരൊക്കെയാണെന്നൊക്കെ ഒന്ന് മനസ്സിലാക്കി പഠിച്ചാൽ മതി. അല്ലേ മനേഷേ? 1857 വിപ്ലവം പൂർണ്ണമായും അടിച്ചമർത്തപ്പെട്ട വർഷം എപ്പോഴാണ്? 1858 ഒറ്റ വർഷത്തെ ആയുസേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഈ വിപ്ലവത്തിന് ഒരു വർഷത്തെ ആയുസേ ഉണ്ടായിരുന്നുള്ളൂ. വിപ്ലവത്തിന്റെ പ്രധാന ഫലം എന്തായിരുന്നു? പ്രധാനമായിട്ടും ഈ കലാപം കൊണ്ട് വിപ്ലവം കൊണ്ട് ഉണ്ടായത് എന്താണ്? ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം അവസാനിച്ചു എന്നുള്ളതാണ്. ആകെ ഒരു കാര്യം, ഒരു നേട്ടം എന്ന് പറയുന്നത് എന്താ ഉണ്ടായത്? വിപ്ലവത്തിന്റെ പ്രധാന ഫലം എന്തായിരുന്നു? ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം അവസാനിച്ചു. ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ഭരണം നഷ്ടമാവാൻ കാരണമായ ആക്ട് എന്താണ്? 1858 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട്. ഇതൊക്കെ ചോദിക്കാം. ഇനിയുള്ള ടൈമിലൊക്കെ ഇത്തരം ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാനുള്ള സാധ്യത കൂടുതലാണ്. ഓക്കെ, എന്താണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ഭരണം നഷ്ടപ്പെടാൻ കാരണമായ ആക്ടാണ് 1858 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട്. ഇന്ത്യൻ ജനതയുടെ മാഗ്നക്കാർട്ട എന്നറിയപ്പെടുന്ന വിളംബരം അല്ലെ? ഇന്ത്യൻ ജനതയുടെ മാഗ്നക്കാർട്ട എന്നറിയപ്പെടുന്ന വിളംബരമാണ് 1858 വിളംബരം. ഇന്ത്യൻ ജനതയുടെ മാഗ്നക്കാർട്ട എന്നറിയപ്പെടുന്ന വിളംബരമാണ് 1858 വിളംബരം. 1858 വിപ്ലവത്തിന്റെ ഫലമായി ഇന്ത്യയുടെ ഭരണാധികാരിയായ ബ്രിട്ടീഷ് രാജ്ഞിയാണ് വിക്ടോറിയ രാജ്ഞി. ഓക്കെ, 1858 വിപ്ലവത്തിന്റെ ഫലമായി ഇന്ത്യയുടെ ഭരണാധികാരിയായ രാജ്ഞിയാണ് വിക്ടോറിയ രാജ്ഞി. അതായത് 1857 വിപ്ലവത്തോടെ ഇവിടെ ഒരു കാര്യം മനസ്സിലായി. കമ്പനിക്ക് ഇവിടെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടെന്ന് മനസ്സിലായപ്പോ കമ്പനിയുടെ ഭരണം അവസാനിപ്പിച്ചിട്ട് എന്ത് ചെയ്തു? നേരെ വിക്ടോറിയ രാജ്ഞി, ഗ്രേറ്റ് ബ്രിട്ടന്റെ രാജ്ഞിയായിരുന്നു ക്യൂൻ വിക്ടോറിയ. അവര് നേരെ നമ്മുടെ ഇന്ത്യയുടെ ഭരണം ഏറ്റെടുത്തു. ഓക്കെ, അതാണ് ഉണ്ടായത്. എന്ത് ഡേറ്റ് ആണോ മനുഷ്യ? ഇതിന്റെയോ? ഇത് വേണ്ട, നമുക്ക് ഈ ഒരു ലെവലിലുള്ള ക്വസ്റ്റ്യൻ മതിയിട്ടാണ്. ഡേറ്റ് കിട്ടാത്തതുകൊണ്ടല്ല, ഒരുപാട് അങ്ങോട്ട് കടന്നു പോയിട്ടില്ല കേട്ടാ. ആക്ട് ഫോർ ദ ബെറ്റർ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഏത് സംഭവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആക്ട് ഫോർ ബെറ്റർ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഏത് സംഭവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ചോദിച്ചു കഴിഞ്ഞാല് ഒന്നാം സ്വാതന്ത്ര്യ സമരം. നിങ്ങളുടെ സിലബസ്, ഓക്കെ, നിങ്ങളുടെ സിലബസ് നിങ്ങളൊന്ന് എടുത്തു നോക്കുക. സിലബസ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു കോൺഫിഡൻസ് വരും സിലബസ് കണ്ടു കഴിഞ്ഞാൽ. അങ്ങനെയാണ് ആ സിലബസ് ഇട്ടിരിക്കുന്നത്. ഓക്കെ, വളരെ ബേസ് ആയിട്ടുള്ള രീതിയിലാണ് ഈ ക്വസ്റ്റ്യൻ വരിക. ഒരു ഡൗട്ടും വേണ്ട. നിങ്ങളത് മനസ്സിലാക്കി പഠിക്കണം. ഉറപ്പായിട്ട് ഞാൻ പറയാം, നിങ്ങൾക്ക് 1 മാർക്കോ 2 മാർക്കോ നിങ്ങളുടെ തെറ്റുന്നുണ്ടെങ്കിൽ അറിയാത്ത ക്വസ്റ്റ്യൻ ആയിരിക്കില്ല, അറിയുന്ന ക്വസ്റ്റ്യൻ ആയിരിക്കും. ഓക്കെ, അതല്ലാതെ അറിയാത്ത ക്വസ്റ്റ്യൻ വരില്ല. നിങ്ങൾ കൺഫ്യൂസ് ആയിട്ടോ അബദ്ധത്തിലോ അങ്ങനെ എന്തെങ്കിലും ചെയ്യല്ലാതെ നിങ്ങൾക്ക് അറിയാത്ത ക്വസ്റ്റ്യൻ ഒന്നും വരാൻ സാധ്യതയില്ല. ഇത് LGSോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ടൈപ്പിസ്റ്റിന്റെ ഒക്കെ അങ്ങനെയുള്ള എക്സാമുകളാണ്. ഓക്കെ, LD ആണെങ്കിൽ പോലും കഴിഞ്ഞ ദിവസം LD ക്വസ്റ്റ്യൻ പേപ്പർ വേണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ അതുപോലെ തന്നെ LD ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ കണ്ടു. അതിൽ ഒരു 4-5 ക്വസ്റ്റ്യൻ കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ട് വന്നിട്ടുണ്ട്. ഒരു 4-5 ക്വസ്റ്റ്യൻ ഉണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇനി നമ്മൾ പഠിക്കുമ്പോൾ ആ 4-5 ക്വസ്റ്റ്യന്റെ പുറകിൽ പോയിട്ട് അതേപോലെയുള്ള ക്വസ്റ്റ്യൻ 100 കണക്കിന് ക്വസ്റ്റ്യൻ നമ്മൾ തേടി പിടിച്ചിട്ട് പഠിച്ച് നമ്മൾ പോവാണോ വേണ്ടത്? ആണോ? ആ 4-5 ക്വസ്റ്റ്യൻ ഒരു
ഒരു എക്സാമിൽ ഒരു റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻ ആയിട്ടുള്ള അല്ലെങ്കിൽ ആർക്കും കിട്ടാത്ത ഒരു 4-5 ക്വസ്റ്റ്യൻ ഉണ്ട്, സ്വാഭാവികമായിട്ട് ഉണ്ടാവും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഒരു എക്സാം കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ അതേപോലത്തെ ക്വസ്റ്റ്യൻ, അയ്യോ നമ്മൾ ആ എക്സാം ചെയ്ത് നോക്കിയപ്പോൾ നമുക്കത് കിട്ടിയില്ല, അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ആ ക്വസ്റ്റ്യൻ ഒരു 100-500 ഒക്കെ എടുത്ത് പഠിക്കണോ വേണ്ടത്? അങ്ങനെയൊന്നും വേണ്ട. കാരണം വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ആ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെ ജ്യോതി, കറക്റ്റ്, എന്താണ് നമ്മൾ ആ സിലബസിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ ഊന്നി 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 നമുക്ക് തെറ്റു വരാത്ത രീതിയിൽ, മാറിപ്പോവാത്ത രീതിയിൽ, കൺഫ്യൂസ് ആവാത്ത രീതിയിൽ പഠിക്കുക, മനസ്സിലാക്കി മനസ്സിലാക്കി പഠിക്കുക. ഓക്കെ, മനസ്സിലാക്കി പഠിക്കാതെ കൺഫ്യൂഷൻ വരും. ഡയറക്റ്റ് ആയിട്ടല്ല ചോദ്യങ്ങൾ വരിക. ഗൗളിയോറിൽ താന്തി തോപ്പി നമ്മുടെ ലക്ഷ്മി ബായിനെ സഹായിക്കാൻ വേണ്ടി പോയിന്റ് ഇട്ടാ, ഒരു യുദ്ധമാകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒരു സഹായമൊക്കെ വേണ്ടേ, അതിന് പോയാണ് പുള്ളി, അതും വരും. ഓക്കെ, അപ്പൊ എന്താണ്, നമ്മൾ ആ SCERT നിങ്ങളോട് പഠിക്കരുത് എന്ന് പറയാനൊന്നും പറ്റില്ല. ഓക്കെ, പഠിക്കുന്നത് എത്ര പഠിക്കുന്നത് നല്ലതാണ്, എത്ര പഠിക്കുന്നത് നല്ലതാണ്, അതിലൊരു കൺഫ്യൂഷനും ഇല്ല. LPക്ക് എന്താ സംഭവിച്ചത്? LPക്ക് കയറി വന്നു, സോറിയുടെ ആവശ്യമൊന്നുമില്ല കേട്ടാ, നമുക്ക് ഇങ്ങനെ അതൊന്നും കുഴപ്പമില്ല. ഓക്കെ, പിന്നെ NCERT നമുക്ക് റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻ ഒക്കെ പ്രതീക്ഷിക്കാം. NCERT തന്നെ വേണമെന്നൊന്നുമില്ല. ഇപ്പൊ നമ്മൾ SCERTന്റെ ഒരു കോഴ്സ് മുഴുവൻ, ഈ സോഷ്യൽ സയൻസിന്റെ കോഴ്സ് മുഴുവൻ കംപ്ലീറ്റ് ചെയ്തത് പച്ചവെള്ളത്തിന് വേണ്ടി നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. 50 ദിവസം കൊണ്ട് SCERTന്റെ മുഴുവൻ സോഷ്യൽ സയൻസും കംപ്ലീറ്റ് ചെയ്തു. ഒരു 2 ദിവസം 3 ദിവസം മുമ്പാണ്. അപ്പൊ അതിൽ തന്നെ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, 6ാം ക്ലാസ്സിലെ ടെക്സ്റ്റത്തെ ക്വസ്റ്റ്യൻ ആണ്, ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ആണ് ഡിഗ്രി മെയിൻസിന് വന്നിരിക്കുന്നത്, ഡിഗ്രിയുടെ മെയിൻസിന് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ ആ വക കൺഫ്യൂഷൻ ഒന്നും വേണ്ട. പ്രീവിയസ് ഉണ്ടാവും, SCERT ഉണ്ടാവും, NCERTന്റെ കുറച്ച് കാര്യങ്ങൾ ഉണ്ടാവും. പിന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന രീതിയെ മാറിയിട്ടുണ്ട്. ഓക്കെ, പിന്നെ എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പറഞ്ഞ നമ്മൾ ഈ SCERTയിലുള്ള ഈ സോഷ്യൽ സയൻസിന്റെ മാർക്കുകൾ മാത്രം സ്കോർ ചെയ്തിട്ട് അങ്ങനെ മുന്നോട്ട് പോകല്ലോ. എല്ലാ മേഖലകളും കവർ ചെയ്ത് പോകണം. IT വേണം. ഓക്കെ, ഭരണഘടനയിൽ നിന്ന് ചോദ്യങ്ങൾ വരും, അത് SCERT തന്നെയാണ് വന്നിരിക്കുന്നത് കേട്ടോ. ഭരണഘടന വരും, IT വരും, അതൊക്കെ സിമ്പിൾ ക്വസ്റ്റ്യൻ തന്നെയായിരുന്നല്ലോ. LD കണ്ടില്ലേ നിങ്ങൾ? പിന്നെന്താ, പിന്നെ എക്കണോമിക്സ് അല്ലെ, എക്കണോമിക്സ് ഒക്കെ കുറച്ച് നമ്മൾ മനസ്സിലാക്കി പഠിക്കണം. പിന്നെ പ്രധാനപ്പെട്ട കാര്യം എന്താണ്, എക്കണോമിക്സിൽ SCERTത്തെ ക്വസ്റ്റ്യൻ തന്നെയാണ് എക്കണോമിക്സിൽ വന്നിരിക്കുന്നത്, പക്ഷെ അത് ചോദിച്ച രീതി കുറച്ച് മാറി ചോദിച്ചിട്ടുണ്ടെന്ന് മാത്രം. പിന്നെന്താണ്, ഇന്നത്തെ ആ ഒരു കറണ്ട് അഫയറും കൂടെ അതിൽ കടന്നു വന്നിട്ടുണ്ട്. റിപ്പോ റേറ്റ് എത്രയാണെന്നുള്ളത് ഇന്നത്തെ അടിസ്ഥാനപ്പെടുത്തി ചോദിച്ചിട്ടുണ്ട്, അത് നമ്മൾ മനസ്സിലാക്കണ്ടേ. നമ്മൾ ഈ പറഞ്ഞ എല്ലാ മേഖലകളിൽ നിന്നും കറണ്ട് അഫയർ ക്വസ്റ്റ്യനും നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ പച്ചവെള്ളത്തിലെ കറണ്ട് അഫയർ വളരെ നീറ്റായി പോയിക്കൊണ്ടിരിക്കണ്ടല്ലോ, അതെല്ലാവരും സമ്മതിക്കുന്ന ഒരു കാര്യമാണല്ലോ. അപ്പൊ കറണ്ട് അഫയർ നോക്കി പോകണം. നിങ്ങൾ ഒരു വിഷയത്തെ ആലോചിച്ച് നിങ്ങൾ കൺഫ്യൂസ് ആവണ്ട, കാട് കയറി പഠിക്കാൻ പോകണ്ട. നിങ്ങളുടെ കയ്യിൽ നിങ്ങളുടെ സിലബസിലുള്ള എല്ലാ ഭാഗത്തും നിങ്ങൾ ആ സിലബസ് ഒന്ന് എടുത്ത് നോക്കുക. ഇടയ്ക്ക് ആ എടുത്ത് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് തോന്നരുത്, അയ്യോ ഞാൻ ഈ ഭാഗം കണ്ടിട്ടില്ലല്ലോ, അല്ലെങ്കിൽ ഈ ഭാഗത്തിലൂടെ ഞാൻ സഞ്ചരിച്ചിട്ടില്ലല്ലോ എന്ന് നിങ്ങൾക്ക് തോന്നരുത്. യെസ്, ദിവ്യ സുരേഷ് പറഞ്ഞത് കണ്ടില്ലേ, എല്ലാം പഠിക്കണം, SCERT, റാങ്ക് ഫയല്, NCERT, അതെല്ലാം പഠിക്കണം. എല്ലാം പഠിക്കാൻ പറ്റുന്ന ആളൊക്കെ എല്ലാം പഠിക്കണം. കാരണം നമ്മൾ കഴിഞ്ഞ ഡിഗ്രി ലെവൽ എക്സാമിന് ചോദ്യം വന്നിരിക്കുന്നത് ശ്രീധര മേനോന്റെ പുസ്തകത്തിൽ നിന്നാണ്. ശ്രീധര മേനോന്റെ കേരളവുമായിട്ട് ബന്ധപ്പെട്ട ഒരു പുസ്തകമാണ്, വലിയൊരു ബുക്കാണ്. ആ ബുക്കിൽ നിന്നും കുറെ ചോദ്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അങ്ങനെ പോയിട്ടുണ്ട്. നമ്മളെ കൊണ്ടാവുന്ന നമ്മൾ പഠിക്കാനൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ബുദ്ധിയുള്ള ആളുകൾ, സ്മാർട്ട് വർക്ക് ചെയ്യുന്ന ആളുകൾ എന്ത് ചെയ്യും, സിലബസ് ഓറിയന്റഡ് ആയിട്ട് ഏത് ഭാഗത്താണ് ക്വസ്റ്റ്യൻ വരുന്നത് എന്നുള്ളത് മനസ്സിലാക്കി പഠിക്കും. നിങ്ങൾ വലിയ ഭാഗത്തേക്ക് പോകാൻ നിന്നാൽ നിങ്ങൾ എവിടെ എത്തില്ല. ക്വസ്റ്റ്യൻ പേപ്പർ നന്നായിട്ട് ചെയ്യുക, ക്വസ്റ്റ്യൻ പേപ്പർ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. നമ്മുടെ ഇവിടെ 3 ക്വസ്റ്റ്യൻ പേപ്പർ കമ്പൽസറി ആയിട്ട് എക്സാം ചെയ്യിപ്പിക്കുന്നുണ്ട്. ക്വസ്റ്റ്യൻ പേപ്പർ കമ്പൽസറി ചെയ്യുക നിങ്ങൾ. അതുപോലെ തന്നെ ഈ പറഞ്ഞ സിലബസിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ പഠിച്ച് പോവുക. ഓക്കെ, പിന്നെ സമയം ഉണ്ടെങ്കിൽ നിങ്ങൾ എങ്ങോട്ട് വേണമെങ്കിലും പൊക്കോളൂ. ഡിഗ്രി ലെവൽ റാങ്ക് ഫയൽ വേണമെങ്കിൽ പഠിച്ചോളൂ. അത് പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉള്ള ആളുകൾക്ക് പഠിക്കാം. സ്മാർട്ട് വർക്ക് മതി എന്നാണ് മനീഷേ, അത്രേ പറയാനുള്ളൂ, വേറെ ഒന്നും പറയാനില്ല. ഓക്കെ, നോക്കാം. അപ്പോ ഭരണമാറ്റത്തിന്റെ ഫലമായി പിൻവലിക്കപ്പെട്ട ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ നിയമമാണ് ദത്താവകാശ നിരോധന നയം. അല്ലെ, ദത്താവകാശ നിരോധന നയം. ഈ ദത്താവകാശ നിരോധന നയവും ഈ ദത്താവകാശ നിരോധന നയത്തിന്റെ ഭാഗമായിട്ടാണല്ലേ നമ്മുടെ ഝാൻസി റാണിയൊക്കെ ഈ ഒരു യുദ്ധക്കളത്തിലേക്ക് ഇറങ്ങേണ്ട സാഹചര്യം ഉണ്ടായത്. അപ്പൊ ആ നിരോധനം എടുത്തു കളഞ്ഞു എന്നുള്ളതാണ്, പിൻവലിച്ചു. ദത്താവകാശ നിരോധന നയം പിൻവലിച്ചു. 1858 നിയമം പാർലമെന്റിൽ അവതരിപ്പിച്ച പ്രധാനമന്ത്രി ആരാണ്? പ്രധാനമന്ത്രി പാൽമേഴ്സ്റ്റൺ പ്രഭുവാണ്. പാൽമേഴ്സ്റ്റൺ പ്രഭു എന്ന് കേട്ടോ പ്രധാനമന്ത്രി ആരാണ്?
പാൽമേസ്റ്റൺ പ്രഭു. അതുപോലെ ക്യൂൻ ഓഫ് ഝാൻസി എന്ന പുസ്തകം രചിച്ചതാണ് മഹാശ്വേതാ ദേവിയാണ് ക്യൂൻ ഓഫ് ഝാൻസി എന്ന പുസ്തകം രചിച്ചത്. ബീഹാർ സിംഹം എന്ന പേരിൽ അറിയപ്പെടുന്നവരാണ് കൻവർ സിംഗ്. ബീഹാർ സിംഗ് എന്നറിയപ്പെടുന്നത് ബീഹാർ സിംഗ് ആണല്ലേ. അപ്പൊ ബീഹാറിലൊക്കെ ആരാണ്? ഇത് തന്നെയാണോ നമുക്ക് മനസ്സിലാക്കാം. ബീഹാർ സിംഗ്, കൻവർ സിംഗ്. എല്ലാ ആളുകളുടെയും ഒരു ഡൗട്ടാണ്, എന്ത് പഠിക്കണം, എവിടെ പഠിച്ചു തുടങ്ങണം, PSC പൊതുവെ എന്താണ്, എങ്ങനെ പഠിച്ചാൽ കിട്ടും എന്നുള്ളത് എല്ലാ ആളുകൾക്കും ഡൗട്ട് വരുന്നതാണ്. പക്ഷെ അതൊക്കെ കുറച്ചു കാലം മുന്നേ ആണ്. പക്ഷെ ഇന്ന് നിങ്ങൾക്ക് ആ ഡൗട്ടിന്റെ ഒന്നും ആവശ്യമേ ഇല്ല. കാരണം ഇന്ന് PSC എക്സാമുകളിൽ നമ്മൾ കണ്ടുവരുന്നത് സിലബസിൽ നിന്ന് മാറിയിട്ട് കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കുന്നില്ല എന്നുള്ളത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. ഓക്കെ, എണ്ണങ്ങൾ പോലും നിങ്ങൾ എണ്ണിക്കഴിഞ്ഞാൽ കിട്ടും. ഏകദേശം എണ്ണങ്ങൾ പോലും മാച്ചായി വരുന്നുണ്ട്. സോഷ്യൽ സയൻസിന്റെ അല്ലെങ്കിൽ എന്താ പറയാ, ഹിസ്റ്ററി 5 മാർക്ക്, ജോഗ്രഫി 5 മാർക്ക്, ഭരണഘടന 5 മാർക്ക് എന്നൊക്കെ പറഞ്ഞ പോലെ എല്ലാം നിങ്ങൾ മനസ്സിലാക്കണം. അല്ലാതെ വേറെ ഒന്നും നോക്കിയിട്ട് കാര്യമില്ല. കൺഫ്യൂഷൻ വേണ്ട. ഇല്ല, ഇപ്പൊ ക്ലിയർ ആയി മായ. ഓക്കെ, അടുത്ത് നോക്കാം. പിന്നെ 1857 വിപ്ലവത്തെ ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് കാറൽ മാർക്സ് വിലയിരുത്തിയത് ഏത് പത്രത്തിലൂടെയാണ്? അപ്പൊ എന്ത് മനസ്സിലാക്കണം? ആദ്യമായി പറഞ്ഞ ക്ലിയർ അല്ല. 1857 വിപ്ലവത്തെ ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് കാറൽ മാർക്സ് വിലയിരുത്തിയത് ഏത് പത്രത്തിലൂടെയാണ്? ന്യൂയോർക്ക് ട്രൈബ്യൂണൽ ആണ്. ന്യൂയോർക്ക് ട്രൈബ്യൂണൽ. അപ്പൊ എന്താണ് മനസ്സിലാക്കേണ്ടത്? ആദ്യമായി നമ്മുടെ ഇന്ത്യയുടെ ഈ ശിപ്പായി ലഹള അല്ലെങ്കിൽ ഈ 1857 വിപ്ലവത്തെ ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരമാണ് എന്ന് പറഞ്ഞത് കുറച്ച് ആളുകൾക്ക് ക്ലിയർ ഉണ്ട്, കുറച്ച് ആളുകൾക്ക് ക്ലിയർ ഇല്ല. PDF വരുമ്പോൾ കിട്ടും. ഇപ്പൊ നമ്മൾ വായിച്ചു പോകല്ലേ, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യടാ. അവിടെയും നെറ്റ് ഇഷ്യൂ ഉണ്ടാവാൻ സാധ്യതയുണ്ട്, കാരണം എല്ലാവരുടെയും മഴയല്ലേ. അപ്പൊ ആദ്യത്തെ വിദേശി ആരാണ്? ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് പറഞ്ഞത് ആരാണ്? കാറൽ മാർക്സ് ആണ് അല്ലെ. കാറൽ മാർക്സ് ആണ്. ഏത് പത്രത്തിലൂടെയാണ്? ന്യൂയോർക്ക് ട്രൈബ്യൂണൽ എന്നുള്ള പത്രത്തിലൂടെയാണ്. ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ കുറിച്ച് മൽസാ പ്രവാസ് എന്ന മറാത്ത ഗ്രന്ഥം രചിച്ചതാരാണ്? മറാത്ത ഗ്രന്ഥം രചിച്ചത് വിഷ്ണു ഭട്ട് ഗോഡ്സെ ആണ്. വിഷ്ണു ഭട്ട് ഗോഡ്സെ. മൽസാ പ്രവാസ് എന്ന ഗ്രന്ഥം മറാത്ത ഗ്രന്ഥം ഉണ്ടാവും. മറാത്ത ഗ്രന്ഥം മൽസാ പ്രവാസ് എന്ന മറാത്ത ഗ്രന്ഥം രചിച്ചത് വിഷ്ണു ഭട്ട് ഗോഡ്സെ ആണ്. വിഷ്ണു ഭട്ട് ഗോഡ്സെ. ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന്റെ 150-ാം വാർഷികം ആഘോഷിച്ച വർഷം 2007 ആണ്. ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന്റെ 150-ാം വർഷം ആഘോഷിച്ചത് എപ്പോഴാണ്? 2007. കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം കേട്ടോ. 1857 പ്ലസ് 150. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രം എന്ന പുസ്തകം താരാചന്ദ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രം എന്ന പുസ്തകം താരാചന്ദ് ആണ്. പിന്നെ നിങ്ങൾക്ക് എക്സാം എഴുതുന്നതിന് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ, ഈവൻ ആരായിക്കോട്ടെ, എക്സാം LGS ആയിക്കോട്ടെ, LD ആയിക്കോട്ടെ, ടൈപ്പിസ്റ്റ് ആയിക്കോട്ടെ, ആരോ ആയിക്കോട്ടെ, എങ്ങനെയാണ് എക്സാമിൽ ക്വസ്റ്റ്യനിലേക്ക് ആൻസറിലേക്ക് പോകേണ്ടത് എന്നുള്ളൊരു ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മൾ കഴിഞ്ഞ LD അനലൈസ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ യൂട്യൂബിൽ കിടക്കുന്നുണ്ട്. ഓക്കെ, പച്ചവെള്ളം PSCയുടെ യൂട്യൂബ് ചാനലിൽ ഉണ്ടാവും. നമ്മൾ ആ ട്രിവാൻഡ്രം LDയെ ഒന്ന് ആ ക്വസ്റ്റ്യൻസിൽ നിന്ന് അനലൈസ് ചെയ്ത ആ ഒരു വീഡിയോ ഉണ്ടാവും. നിങ്ങൾ ജസ്റ്റ് ഒന്ന് എടുത്ത് കണ്ടു നോക്കുക. ആ ക്വസ്റ്റ്യൻ പഠിക്കാൻ വേണ്ടി മാത്രമല്ല, എങ്ങനെയാണ് ആൻസറിലേക്ക് പോകുക എന്നുള്ളതും കൂടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഓക്കെ, ഒന്ന് നോക്കുക കേട്ടോ. ഇന്ത്യൻ സ്വതന്ത്ര സമര ചരിത്രം എന്ന പുസ്തകം ആരാണ്? താരാചന്ദ്. ഓക്കെ, ഇന്ത്യൻ സ്വതന്ത്ര സമര ചരിത്രം എന്ന പുസ്തകം താരാചന്ദാണ്. 1857 ദ ഗ്രേറ്റ് റെബലിയൻ എഴുതിയ ആരാണ്? അശോക് മേത്ത. 1857 ദ ഗ്രേറ്റ് റെബലിയൻ എഴുതിയത് അശോക് മേത്ത. ദ ലാസ്റ്റ് മുഗൾ, ദ ഫാൾ ഓഫ് ദ ഡൈനാസ്റ്റി, ഡൽഹി 1857 എന്ന പുസ്തകം രചിച്ചത് വലിയ പേരാണ്. ഇതാരാണ്? വില്യം ഡാൽ റിംപിൾ ആണ് കേട്ടോ. വില്യം ഡാൽ റിംപിൾ. പിന്നെയോ 1857 വിപ്ലവത്തെ ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിച്ച ഇന്ത്യക്കാരനാരായിരുന്നു? അദ്ദേഹമാണ് BD സവർക്കർ. 1857 വിപ്ലവത്തെ ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിച്ചത് BD സവർക്കർ ആണ്. ഇത് വീണ്ടും വരുന്നുണ്ട്. 1857 വിപ്ലവത്തെ ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിച്ച വിദേശി ആരാണ്? കാൾ മാർക്സ് ആണ് അല്ലെ. വിദേശിയാണ് കാൾ മാർക്സ് ആണ്.
1857 വിപ്ലവത്തെ ആഭ്യന്തര കലാപം എന്ന് വിശേഷിപ്പിച്ച ആളെ നോക്കി, ഇന്ത്യക്കാരനാണ്, എന്നിട്ട് പോലും അദ്ദേഹം അങ്ങനെ വിശേഷിപ്പിച്ചത്. പോട്ടെ, 1857 വിപ്ലവത്തെ ആഭ്യന്തര കലാപം എന്ന് വിശേഷിപ്പിച്ചാലാണ് എസ് ബി ചൗധരിയാണ്. എസ് ബി ചൗധരി. ആഭ്യന്തര കലാപം അല്ലേ, ശരിക്കും അയാളെ ചവിട്ട് വേണ്ടത് അല്ലേ. ആഭ്യന്തര കലാപം എന്നല്ല, വലിയൊരു വിപ്ലവമായിരുന്നു എന്നാണ് നമ്മൾ പറയാം. കോഡിട്ടാണ് കേട്ടാ, അയാളെ ചീത്ത പറഞ്ഞല്ല, കോഡിട്ടാണ്. അപ്പൊ ചൗധരി, എസ് ബി ചൗധരി, ആഭ്യന്തര കലാപം ചൗധരി. 1857 വിപ്ലവത്തെ ബ്രിട്ടീഷ് പാർലമെന്റിൽ ദേശീയ കലാപം എന്ന് വിശേഷിപ്പിച്ച വ്യക്തിയാണ് ബെഞ്ചമിൻ ഡിസ്രേലി. ബെഞ്ചമിൻ ഡിസ്രേലി. ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ ഉയർത്തെണീക്കൽ എന്ന് വിശേഷിപ്പിച്ച വ്യക്തിയാണ് വില്യം ഡാൽറിംബിൾ. അദ്ദേഹത്തിന്റെ പുസ്തകമായ ദ ലാസ്റ്റ് മുഗൾസ് നമ്മൾ കണ്ടില്ലേ, മേലെ കണ്ടില്ലേ. അപ്പൊ എന്താണ് ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ ഉയർത്തെണീക്കൽ എന്ന് വിശേഷിപ്പിച്ച വ്യക്തിയാണ് വില്യം ഡാൽറിംബിൾ. അദ്ദേഹത്തിന്റെ പുസ്തകമായ ദ ലാസ്റ്റ് മുഗൾസിൽ നിന്നാണ് കേട്ടോ അത്. അതുപോലെ തന്നെ അടുത്ത എന്താണ്, ആദ്യത്തേതുമല്ല ദേശീയ തലത്തിലുള്ള സ്വാതന്ത്ര്യ സമരവുമല്ല എന്ന് വിശേഷിപ്പിച്ചതാരാണ്? ആർ സി മജുംദാറാണ്. ഓക്കെ, ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു 4 ആൾക്കാരെ കുറിച്ച് നമുക്ക് നോക്കാം. ഓക്കെ, ആരാണ്? നാനാ സാഹിബ് അല്ലെ. 1857 വിപ്ലവത്തിന്റെ ബുദ്ധി കേന്ദ്രമാണ് അല്ലെ. പേഷ്വ ബാജിറാവുവിന്റെ ദത്തുപുത്രൻ. നിങ്ങൾക്ക് ഈ വ്യക്തിയെ കാണണമെങ്കിൽ, കാണുന്ന പറഞ്ഞാൽ ഒറിജിനൽ ആളല്ല, കാവ്യാത്മകമായ രീതിയിൽ കാണണമെങ്കിൽ, അയാളുടെ ഒരു ആറ്റിറ്റ്യൂഡ് കാണണമെങ്കിൽ ഏത് ബാജിറാവു മസ്താനി എന്ന് പറഞ്ഞൊരു ഹിന്ദി മൂവി ഉണ്ട്, നല്ല സൂപ്പർ ഫിലിമാണ്, അത് കണ്ടാൽ മതി കേട്ടോ. ഈ ബാജിറാവുവിനെ കാണാം, ഈ നാനാ സാഹിബിനെ കാണാം. ദണ്ഡു കൊണ്ട് പറയും. എന്താണ്? ദണ്ഡു പന്ത് ആണ് നാനാ സാഹിബിന്റെ യഥാർത്ഥ നാമം. ദണ്ഡു പന്ത്. കാൺപൂരിൽ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം നൽകി. മൂന്നാം നെപ്പോളിയൻ എന്നറിയപ്പെടുന്നു. ആരാണ് മൂന്നാം നെപ്പോളിയൻ എന്നറിയപ്പെട്ടത്? ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നാനാ സാഹിബാണ്. മൂന്നാം നെപ്പോളിയൻ നാനാ സാഹിബാണ്. 1859 കലാപത്തിന് ശേഷം ബ്രിട്ടീഷുകാർ നേപ്പാളിലേക്ക് നാടുകടത്തി. എങ്ങടാ കെട്ടിയത്? കേൾക്കുന്നില്ലേ? ഹലോ ഗായ്സ്, കേൾക്കുന്നില്ല? അനീസ് മോൻ, എല്ലാവർക്കും കേൾക്കാലോ അല്ലേ? യെസ്. പിന്നെയോ 1859 കലാപശേഷം ബ്രിട്ടീഷുകാർ നേപ്പാളിലേക്ക് നാടുകടത്തി. നാനാ സാഹിബിനെ നാടുകടത്തിയത് നേപ്പാളിലേക്ക്. ബഹദൂർ ഷാ സഫറിനെ നാടുകടത്തിയത് എങ്ങോട്ടാണ്? നോക്കാം. ഇതാണ് ബഹദൂർ ഷാ രണ്ടാമൻ, അല്ലെങ്കിൽ ബഹദൂർ ഷാ സഫർ എന്നറിയപ്പെടുന്ന വ്യക്തി. ഓക്കെ, ഒന്നാം സ്വതന്ത്ര സമര സമയത്തെ മുഗൾ ഭരണാധികാരിയാണ് ബഹദൂർ ഷാ രണ്ടാമൻ, അല്ലെങ്കിൽ ബഹദൂർ ഷാ സഫർ എന്നറിയപ്പെടുന്നത് അല്ലെ. ബഹദൂർ ഷാ രണ്ടാമനെ കീഴടക്കാൻ നേതൃത്വം കൊടുത്ത വ്യക്തിയാണ് വില്യം ഹോഡ്സൺ. യെസ്, റംഗൂൺ, കറക്റ്റ്. ബഹദൂർ ഷാ രണ്ടാമൻ പിടിയിലായത് ഏത് ചരിത്ര സ്മാരകത്തിൽ നിന്നാണ് ചോദിച്ചു കഴിഞ്ഞാല് ഹുമയൂണിന്റെ ശവകുടീരത്തിൽ വെച്ചിട്ടാണ് ഇദ്ദേഹത്തിനെ പിടിച്ചത് കേട്ടോ. ഹുമയൂണിന്റെ ശവകുടീരത്തിൽ വെച്ചിട്ടാണ് വില്യം ഹോഡ്സൺ. ബഹദൂർ ഷാ രണ്ടാമനെ നാട് കടത്തിയത് എവിടെയാണ്? റംഗൂണിലേക്കാണ്, ബർമ്മ. ഓക്കെ, ബർമയിൽ വെച്ചിട്ട് അദ്ദേഹം മരിച്ചു. ബഹദൂർ ഷാ രണ്ടാമൻ റംഗൂണിൽ വെച്ച് മരിച്ച വർഷമാണ് 1862. റംഗൂണിന്റെ പുതിയ പേരാണ് യാങ്കോൺ ആണ് പുതിയ പേര് കേട്ടാ. ബർമ്മ അപ്പോഴത്തെ പുതിയ പേരാണ്. ബർമയുടെ പുതിയ പേരെന്താണ്? ഓക്കെ, ബർമയുടെ പുതിയ പേരെന്താ? റംഗൂണിന്റെ പുതിയ പേരാണ് യാങ്കോൺ. യെസ്, മ്യാൻമാർ ആണ് ബർമ കേട്ടോ. ബഹദൂർ ഷാ സഫറിനെ നാട് കടത്തിയ വർഷം 1858 ഒക്ടോബർ 7-നാണ്. കേട്ടോ. 1858 നമ്മുടെ യുദ്ധം അവസാനിച്ചു എന്ന് പറഞ്ഞാൽ ആ ഒരു 1858 ഒക്ടോബർ 7-നാണ് അദ്ദേഹത്തെ നാട് കടത്തിയത്. അദ്ദേഹത്തിന്റെ ശവകുടീരം, ബഹദൂർ ഷാ രണ്ടാമന്റെ ശവകുടീരം സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? റംഗൂൺ തന്നെയാണ്. ഓക്കെ, റംഗൂൺ തന്നെയാണ്, മ്യാൻമാറിലാണ്, ബർമയിലാണ് അല്ലെ. ഇനി അടുത്ത ആളാരാണ്? താന്തിയ തോപ്പിയാണ് അല്ലെ. താന്തിയ തോപ്പി
ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ ഗൊറില്ല യുദ്ധമുറ ഉപയോഗിച്ച വിപ്ലവകാരി. ഗറില്ല യുദ്ധമുറ ഉപയോഗിച്ച വിപ്ലവകാരിയാണ് ആര്? താന്തിയ തോപ്പി. താന്തിയ തോപ്പിയുടെ യഥാർത്ഥ നാമമാണ് രാമചന്ദ്ര പാണ്ഡുരംഗ്. രാമചന്ദ്ര പാണ്ഡുരംഗ് ആണ് താന്തിയ തോപ്പിയുടെ യഥാർത്ഥ നാമം. നാനാ സാഹിബിന്റെ പട്ടാള മേധാവിയായിരുന്നു. എന്താണ്? നാനാ സാഹിബിന്റെ പട്ടാള മേധാവിയായിരുന്നു. ഇതാ കണ്ടില്ലേ, ഝാൻസി റാണി ലക്ഷ്മിബായെയും സഹായിച്ചു. രാമചന്ദ്ര പാണ്ഡുരംഗ് ആണ് ഝാൻസിയിൽ റാണി ലക്ഷ്മിബായെയും സഹായിക്കാൻ പോയിട്ടുണ്ട്. ഓക്കെ, അതുകൊണ്ടാണ് അദ്ദേഹത്തിന് റാണി ലക്ഷ്മിബായിന്റെ എന്താ പറയാ ലക്നൗ ഇവിടെ ഗൗളിയോറിൽ ഇദ്ദേഹത്തിന്റെ പേരും കൂടെ കയറി വരുന്നത് കേട്ടോ. താന്തിയ തോപ്പിയെ പരാജയപ്പെടുത്തിയ ബ്രിട്ടീഷ് പട്ടാള മേധാവിയാണ് സർ കോളിൻ ക്യാമ്പൽ. സർ കോളിൻ ക്യാമ്പൽ ആണ് ഇദ്ദേഹത്തെ പരാജയപ്പെടുത്തിയത്, ബ്രിട്ടീഷ് പട്ടാള മേധാവി. താന്തിയ തോപ്പി വധിക്കപ്പെട്ട സ്ഥലം എവിടെയാണ്? ശിവപുരി, മധ്യപ്രദേശ്. ശിവപുരി മധ്യപ്രദേശ് ആണ്. ശിവപുരി മധ്യപ്രദേശിലുള്ള ശിവപുരിയിലാണ് കേട്ടോ, ശിവപുരി. അതുപോലെ തന്നെ വധിക്കപ്പെട്ട വർഷം എപ്പോഴാണ്? 1859. 58 മരിച്ചത്, 1859. 1858 മരിച്ച ആളുകൾ ആരൊക്കെയാണ്? നമ്മൾ വരുന്നുണ്ട് എങ്കിലും പറഞ്ഞു പോവാണ്. ഝാൻസി റാണി മരിച്ചത് 1858. അതുപോലെ നമ്മുടെ ഇദ്ദേഹം നാനാ സാഹിബ് മരിച്ചത് 1858 അല്ലെ. പിന്നെ ബഹദൂർ ഷാ സഫറാണ് 1862 മരിച്ചത് അല്ലെ. താന്തിയ തോപ്പി മെമ്മോറിയൽ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ശിവപുരി. താന്തിയ തോപ്പി മെമ്മോറിയൽ സ്ഥിതി ചെയ്യുന്നത് ശിവപുരിയാണ്. ശിവപുരി. ഇതാ വന്നു നമ്മുടെ ധീര വനിത ഝാൻസി റാണി മണികർണിക. മണികർണിക എന്നറിയപ്പെടുന്ന, മനുബായ് എന്നറിയപ്പെടുന്ന അല്ലെ ഝാൻസി റാണി. ഝാൻസിയിൽ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം കൊടുത്തത് റാണി ലക്ഷ്മിബായ് ആണ്. റാണി ലക്ഷ്മിബായിയുടെ യഥാർത്ഥ നാമം എന്താണ്? മണികർണികയാണ്, മനുബായ് ആണ്. നമ്മൾ PSC പഠിക്കുന്ന ഒരാളെന്ന് പറയുമ്പോൾ നമ്മുടെ സറൗണ്ടിങ്സിൽ മുഴുവൻ നമ്മുടെ കാഴ്ച എത്തണം, കണ്ണ് എല്ലാ ഭാഗത്തും ഉണ്ടാവണം. നമ്മുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ ഒപ്പി എടുക്കണം. അവിടെ നിന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഓക്കെ, ഇപ്പൊ ഈ മണികർണിക എന്നുള്ള പേര് ഒരു മൂവി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, മണികർണിക എന്ന് പറഞ്ഞിട്ട്. ആരാണ് അതില് ഹീറോയിനായിട്ട് അഭിനയിച്ചത്? സെൻട്രലൈസ്ഡ് ക്യാരക്ടർ ആയിരുന്നു ഹീറോയിൻ. ആരാണ് ലേഡിന്റെ പേരെന്താണ്? കങ്കണ റാവത്ത് അല്ലേ. കങ്കണ. അവർക്ക് അതിന് ബെസ്റ്റ് അഭിനേത്രിക്കുള്ള അവാർഡ് കിട്ടിയിട്ടുണ്ട്. അവരിപ്പോ MP ആയിട്ട് പാർലമെന്റിലേക്ക് പോയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അതൊക്കെ നമുക്ക് അറിയണം. എല്ലാ കാര്യങ്ങളും ചുറ്റും പുസ്തകത്തിനുള്ളിൽ മാത്രം തല താഴ്ത്തിരിക്കരുതേ. പുസ്തകത്തിന്റെ ഉള്ളിൽ മാത്രം തല താഴ്ത്തിരിക്കരുത്. സ്പോർട്സിനെ കുറിച്ചും അതുകൊണ്ടാണല്ലോ ഈ പരന്ന രീതിയിൽ ചോദിക്കുന്നത്, പരന്ന രീതിയിൽ PSC ചോദിക്കുന്നത്. എല്ലാത്തിനെ കുറിച്ചും ധാരാളം വേണം. IPL കുറിച്ചും ISL കുറിച്ചും അതുപോലെ മിലിറ്ററിയുടെ വ്യോമ വിമാനങ്ങളെ കുറിച്ചും അതുപോലെ എന്താ പറയാ എല്ലാത്തിനെ കുറിച്ചും, സിനിമയെ കുറിച്ചും, കലാ സാഹിത്യം സാംസ്കാരികം എല്ലാത്തിനെ കുറിച്ചും നന്നായിട്ട് പത്രം വായിച്ചാൽ തന്നെ മതി. അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ നമ്മുടെ ആസിഫ് സാറിന്റെ ക്ലാസ് ഉണ്ടല്ലോ കറണ്ട് അഫയറിന്, അടിപൊളിയല്ലേ. പിന്നെന്താ, ഝാൻസിയിലെ രാജാവായിരുന്ന രാജാ ഗംഗാധർ റാവുവിന്റെ രാജ്ഞിയായിരുന്നു. ഝാൻസിയിലെ രാജാവായിരുന്ന രാജാ ഗംഗാധർ റാവുവിന്റെ രാജ്ഞിയായിരുന്നു. 1857 വിപ്ലവത്തിൽ ഝാൻസി റാണി ഉൾപ്പെടുവാൻ കാരണമായ സംഭവം എന്താണ്? ദത്താവകാശ നിരോധന നിയമപ്രകാരം ബ്രിട്ടീഷുകാർ ഝാൻസിയെ പിടിച്ചെടുക്കാൻ ശ്രമിച്ചത് അല്ലെ. ഓക്കെ, അതുപോലെ വളരെ ഇമ്പോർട്ടന്റ് ആയ ക്വസ്റ്റ്യൻ ആണ്. ഇതെല്ലാം ഇമ്പോർട്ടന്റ് ആണെങ്കിലും 1857 വിപ്ലവത്തിലെ ജവാൻ ഓഫ് ആർക്ക് എന്നറിയപ്പെടുന്ന ആരാണ്? റാണി ലക്ഷ്മിബായ് ആണ്. റാണി ലക്ഷ്മിബായ് ആണ് ജവാൻ ഓഫ് ആർക്ക് എന്നറിയപ്പെടുന്നത്. റാണി ലക്ഷ്മി ഝാൻസി റാണിയെ വധിച്ച പട്ടാള മേധാവിയാണ് ഹ്യൂ ഗ്രോസ് ആണ്. ഗൗളിയോറിൽ വെച്ചിട്ടാണ് ഹ്യൂ ഗ്രോസ് ആണ് അല്ലെ. വിപ്ലവകാരികളുടെ സമുന്നത നേതാവ് എന്ന് ഝാൻസി റാണിയെ വിശേഷിപ്പിച്ചതാരാണ്? ഹ്യൂ ഗ്രോസ് ആണ്. വിപ്ലവകാരികളുടെ സമുന്നത നേതാവ് ഹ്യൂ ഗ്രോസ്. അതുപോലെ തന്നെ ഇരുണ്ട പശ്ചാത്തലത്തിലെ പ്രകാശമാനമായ ബിന്ദു എന്ന് ഝാൻസി റാണിയെ വിശേഷിപ്പിച്ചതാരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. അദ്ദേഹത്തിന്റെ വിശ്വചരിത്ര അവലോകനം എന്ന് പറഞ്ഞ ഒരു കൃതിയിലായിരുന്നു. ഈ ജവാൻ ഓഫ് ആർക്കാരാണ്? അവര് ശതവത്സര യുദ്ധവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അല്ലെ. ഇംഗ്ലണ്ട് ഫ്രാൻസും തമ്മിൽ നടന്ന ശതവത്സര യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഒരാളാണ്, ലേഡിയാണ് ജവാൻ ഓഫ് ആർക്ക് എന്ന് പറയുന്നത് അല്ലെ. ഝാൻസി റാണിയുടെ കുതിരകൾ ഏതാണ്? ഝാൻസി റാണിയുടെ കുതിരകൾ അല്ലെ. ഝാൻസി റാണിയുടെ കുതിരകളല്ല, മഹാത്മാഗാന്ധിജിയുടെ ആടിന്റെ പേരുകൾ ചോദിച്ചിട്ടുണ്ട് PSC. സിമ്പിൾ അല്ലേ, പഠിച്ചാൽ സിമ്പിൾ ആണ്.
അപ്പൊ ടഫാണെന്നൊന്നും ആരും പറയില്ല. പഠിക്കുന്നവരല്ല, കേൾക്കുന്നവരെ. അറിയാത്തതെന്ന് വെച്ച് എന്താണ്? നമ്മൾ അറിഞ്ഞിട്ടില്ലാത്തതാണ്. അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അറിഞ്ഞില്ലേ. ഝാൻസി റാണിയുടെ കുതിരകളുടെ പേരാണ് ബാദൽ, സാരംഗി, പവൻ. ബാദൽ, സാരംഗി, പവൻ അല്ലെ. ബാദൽ. കലാപകാലത്ത് ഝാൻസി റാണി സഞ്ചരിച്ച കുതിരയാണ് ബാദൽ. കലാപകാലത്ത് ഝാൻസി റാണി സഞ്ചരിച്ച കുതിരയാണ് ബാദൽ. ചബേലി എന്ന പേരിൽ അറിയപ്പെട്ട വിപ്ലവകാരി. ചബേലി എന്ന പേരിൽ അറിയപ്പെട്ട വിപ്ലവകാരിയായിരുന്നു ഝാൻസി റാണി. ഈ മണികർണിക, മനൂബ എന്നുള്ളതിനൊക്കെ പുറമെ ചബേലി എന്നും അവർ അറിയപ്പെട്ടിരുന്നു. അതുപോലെയോ ഝാൻസി റാണി വധിക്കപ്പെട്ട വർഷം ഏതാണ്? 1858 ജൂൺ 18 അല്ലെ. 1858 ജൂൺ 18. മൊത്തം 8 കേട്ടോ, നോക്കിയോ. 1858 ജൂൺ 18. INA വനിതാ ബറ്റാലിയൻ അറിയപ്പെടുന്നത് ഝാൻസി റാണി റെജിമെന്റ് ആണ്. INA എന്താണ്? ഇന്ത്യൻ നാഷണൽ ആർമിയിലെ ഇന്ത്യൻ നാഷണൽ ആർമിയാണ് ഝാൻസി റാണി റെജിമെന്റ്. ലക്ഷ്മിബായ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? ഗൗളിയോറാണ്. അതൊക്കെ ചോദിച്ചിട്ടുണ്ട്, കുറെ പ്രാവശ്യം ചോദിച്ചാണ്. എല്ലാ ക്വസ്റ്റ്യനും നമ്മൾ പ്രീവിയസ് ആയിട്ട് ചോദിച്ച ക്വസ്റ്റ്യൻ തന്നെയാണ് കൂടുതലായിട്ട് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ലക്ഷ്മിബായ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ സ്ഥിതി ചെയ്യുന്നത് ഗൗളിയോറാണ്. ഗൗളിയോർ. ഝാൻസി റാണി മറൈൻ നാഷണൽ പാർക്കോ? ആൻഡമാൻ. ഝാൻസി റാണി മറൈൻ നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് ആൻഡമാൻ ആണ്. ആൻഡമാൻ. ഝാൻസി നഗരം ഇപ്പൊ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഉത്തർപ്രദേശ്. എവിടെയാണ്? ഉത്തർപ്രദേശിലാണ്. ഓക്കെ. പിന്നെ ഇനി നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലേക്ക് കിടക്കുകയാണ്. എല്ലാവരും വായിച്ചോ? ആ പാഠഭാഗം വായിച്ചിട്ടാണോ വന്നിരിക്കുന്നത്? എല്ലാരും ആ പാഠഭാഗം വായിച്ച് കാണുന്നു വിചാരിക്കുന്നു അല്ലെ. ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരവും ചെറുത്തുനിൽപ്പുകളും. ഓക്കെ. അപ്പൊ നമ്മൾ ഇനി ആൻസർ ചെയ്ത് ഇങ്ങനെ പോകും കേട്ടാ. നിങ്ങൾ ഇങ്ങനെ കമന്റ് ചെയ്ത് ഇങ്ങനെ പോവാം. ഓക്കെ. നെറ്റ് ഇവിടെ സ്ലോ ആയതുകൊണ്ട് എനിക്ക് കമന്റ് കാണാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഞാനിത് രണ്ടും കൂടെ നോക്കിക്കൊണ്ടിരിക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ, എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ, എക്സാമുമായി ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ എല്ലാം നിങ്ങൾക്ക് ഗ്രൂപ്പിലൂടെ ചോദിക്കാം. പിന്നെ എന്താ വെച്ചാൽ ഗ്രൂപ്പിലൂടെ ചില കാര്യങ്ങൾ ചോദിക്കുമ്പോൾ എല്ലാവരും ഒരുമിച്ച് കൺഫ്യൂസ് ആവും. അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾക്ക് പേഴ്സണൽ ആയിട്ട് മെസ്സേജ് അയക്കാം. എപ്പോൾ വേണമെങ്കിലും ഏത് പാതിരാത്രിക്കും നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ. പ്രത്യേകിച്ച് പല ആളുകളും ഭയങ്കരമായിട്ട് കൺഫ്യൂസ് ആയിട്ടിരിക്കുകയാണ്, എന്ത് പഠിക്കണം, എങ്ങനെ പഠിക്കണം എന്നുള്ളതൊക്കെ. അതിനൊക്കെ വ്യക്തമായ ആൻസർ നിങ്ങൾക്ക് തരാം. നിങ്ങൾ നെഗറ്റീവ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളെ നല്ല രീതിയിൽ മോട്ടിവേറ്റ് ചെയ്ത് പോസിറ്റീവ് ആക്കാം. അങ്ങനെയുള്ള എല്ലാ ടെൻഷനും നിങ്ങൾ ഇട്ടോളൂ. നിങ്ങൾ സപ്പോർട്ട് ചെയ്താൽ മതി. ഓക്കെ. നിങ്ങളുടെ ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമ്മളും നല്ല എപ്പോഴും കൂടെ ഉണ്ടാവും. ഓക്കെ. അതുകൊണ്ടാണ് നമ്മുടെ ബാച്ചിന്റെ പേര് കൂടെ നിന്നിരിക്കുന്നത്. കൂടെ ഉണ്ടാവും. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്നും രക്ഷ നേടാൻ സ്വന്തം പെരുവിരൽ മുറിച്ച് കുലത്തൊഴിൽ ഉപേക്ഷിച്ച ബംഗാളിലെ പട്ടുനൂൽ കൃഷിക്കാരാണ്? യെസ്. എന്താണ്? നഗോഡാസ് അല്ലെ. നഗോഡകളാണ്. ടെക്സ്റ്റിന്റെ ആദ്യത്തെ പേജിൽ തന്നെ പറയുന്നുണ്ട് അല്ലെ. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്ന് രക്ഷ നേടാൻ സ്വന്തം കുലത്തൊഴിൽ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അവർ എന്ത് ചെയ്തു? പെരുവിരൽ മുറിച്ചു കളഞ്ഞു. ഏകലവ്യനെയൊക്കെ പോലെ അല്ലെ. നമുക്കറിയില്ല ഏകലവ്യനൊക്കെ പോലെ. എന്താണ്? പെരുവിരൽ മുറിച്ചു കളഞ്ഞാൽ അവർക്ക് പിന്നെ അവരുടെ ചെയ്യാൻ പറ്റില്ല, കുലത്തൊഴിൽ ചെയ്യാൻ പറ്റില്ല. കുലത്തൊഴിൽ ചെയ്താലല്ലേ ബ്രിട്ടീഷുകാർ ചൂഷണം ചെയ്യുള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ. ശരിയായ പ്രസ്താവന. ഈസ്റ്റ് ഇന്ത്യ കമ്പനി നികുതി പിരിക്കാൻ ജമീന്ദർമാരെ ചുമതലപ്പെടുത്തി കർഷകർക്ക് കൃഷി ചെയ്യാൻ പണം കൊടുക്കുന്നവർ സാഹുക്കാർ. എന്താണ്? സി ആണ് അല്ലെ. 1ഉം 2ഉം ശരിയാണ്. വളരെ നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കാർ നികുതി പിരിക്കാൻ ജമീൻ. നമുക്കറിയില്ലേ തമിഴ്നാടൊക്കെ ജമീൻ എന്ന് പറയില്ലേ. ഇതൊക്കെ നമ്മുടെ ആർട്ടിക്കിൾ 18ന്റെ ഡെഫിനിഷൻ എന്താണ്? ആർട്ടിക്കിൾ 18 പ്രകാരം സ്ഥാനപ്പേരുകൾ നിർത്തലാക്കി എന്നൊക്കെ പറഞ്ഞില്ലേ. സ്ഥാനപ്പേരുകൾ ഭരണഘടനയില്ലേ. അപ്പൊ ആ സ്ഥാനപ്പേരുകളിൽ ഒരു സ്ഥാനപ്പേരാണ് ഈ ജമീന്ദാറൊക്കെ അല്ലെ. ഈ ജമീന്ദാറൊക്കെ വെറുതെ ഒരാൾക്ക് ഒരു പേരിട്ട് കൊടുക്കുക, ജമീൻ. അപ്പൊ അങ്ങനെ ജമീൻ എന്നൊരു പേര് ഇട്ട് കൊടുത്തിട്ട് നികുതി പിരിക്കാൻ ചുമതലപ്പെടുത്തുക. കർഷകർക്ക് കൃഷി ചെയ്യാൻ പണം പലിശയ്ക്ക് കൊടുക്കുന്നവരോ അവര് സാഹുക്കാർ എന്നൊക്കെ അറിവുണ്ട് അല്ലെ. തെറ്റായ പ്രസ്താവന നോക്കാം. ഇന്ത്യൻ റെയിൽവേ പദവി നാമങ്ങൾ. ഇന്ത്യൻ റെയിൽവേ ആരംഭിച്ചത് ഡൽഹൌസി പ്രഭു ആണ്. ഇന്ത്യൻ റെയിൽവേ ആരംഭിച്ച വർഷം 1848 ഏപ്രിൽ 16 ആണ്. ഇന്ത്യയിൽ ആദ്യ തീവണ്ടി യാത്ര ബോംബെയിൽ നിന്ന് താനെയിലേക്കായിരുന്നു.
1861 മാർച്ചിൽ തിരൂരിൽ നിന്നും ബേപ്പൂരിലേക്കായിരുന്നു ഈ കേരളത്തിലെ ആദ്യ ട്രെയിൻ സർവീസ്. ഏതാണ്? തെറ്റായ പ്രസ്താവന. എക്സാം ഹാളില് ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങളുടെ കയ്യിൽ കിട്ടുമ്പോൾ ക്വസ്റ്റ്യൻ ഇങ്ങനെ നോക്കുക. അതിൽ തെറ്റായ പ്രസ്താവന എന്നുണ്ടാവും, ശരിയായ പ്രസ്താവന എന്നുണ്ടാവും. അപ്പൊ എന്ത് ചെയ്യുക? ആ തെറ്റായ പ്രസ്താവന അല്ലെങ്കിൽ ശരിയായ പ്രസ്താവന എന്നുള്ളതിന്റെ നേരെ താഴെ ഒരു അണ്ടർലൈൻ ചെയ്യുക, ഒന്ന് ഹൈലൈറ്റ് ചെയ്യുക. അല്ലെങ്കിൽ എന്താണ്, ആൻസറിലേക്ക് പോകുമ്പോൾ മുകളിൽ വായിച്ച തെറ്റും ശരി മാറിപ്പോയി തെറ്റാൻ സാധ്യതയുണ്ട്. ഓക്കെ, നോക്കാം. എന്താണ്? 1848 ഇന്ത്യൻ റെയിൽവേ ആരംഭിച്ചത്. 1853 ഏപ്രിൽ 16 1853 ഏപ്രിൽ 16 ഓക്കെ. ഡൽഹൌസി അധികാരത്തിലേറിയ വർഷമാണ് 1848. ഏകദേശം ആ ഒരു സമയത്തോടു കൂടെ തന്നെ നമ്മുടെ ദത്തവകാശ നിരോധന നിയമം പുള്ളി നടപ്പിലാക്കി എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ 2 മാത്രമാണ് ഇവിടെ തെറ്റായിട്ടുള്ളത്, ബാക്കിയുള്ളതെല്ലാം ശരിയാണ്. റെയിൽവേ ആരംഭിച്ചത് ഡൽഹൌസി പ്രഭുവാണ്. ഇന്ത്യയിൽ റെയിൽവേ ആരംഭിച്ച വർഷം 1853 ഏപ്രിൽ 16 ഇന്ത്യയിലെ ആദ്യ തീവണ്ടി യാത്ര ബോംബെ ടു താനെ 1861 തിരൂരിൽ നിന്നും ബേപ്പൂരിക്കായിരുന്നു കേരളത്തിലെ ആദ്യത്തെ ട്രെയിൻ സർവീസ്. ഇനിയോ, കമ്പനി ഭരണകാലത്ത് കൈത്തറി മേഖലയിൽ നിരവധി തൊഴിലാളികൾക്ക് തൊഴിൽ നഷ്ടപ്പെടാനുണ്ടായ സാഹചര്യവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന. അസംസ്കൃത വസ്തുവായ പരുത്തി ബ്രിട്ടനിലേക്ക് കയറ്റി അയച്ചു. ബ്രിട്ടനിലെ യന്ത്രനിർമ്മിതമായ വില കൂടിയ തുണിത്തരങ്ങൾ വൻതോതിൽ ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്തു. ഇന്ത്യൻ നിർമ്മിത തുണിത്തരങ്ങൾക്ക് ഉയർന്ന നികുതി ചുമത്തി. എന്താണ് ഇതിന്റെ ആൻസർ? യെസ്. അതെന്താണ്? കാരണം എന്താ വെച്ചാൽ ഇവിടെ വില കൂടിയ തുണിത്തരങ്ങളല്ല, വില കുറഞ്ഞ തുണിത്തരങ്ങളാണ്. നമ്മുടെ നാട്ടില് പരുത്തി ഉണ്ടാക്കി പരുത്തി കൃഷി എല്ലാം ഈ പറഞ്ഞ അസംസ്കൃത വസ്തുക്കൾ മുഴുവൻ എന്ത് ചെയ്തു? ഈ പറഞ്ഞ കൊളോണിയൽ സസ്യത്തിന് ഭാഗമായിട്ട് കോളനികളിൽ കൃഷി ചെയ്യിപ്പിച്ചു കുറഞ്ഞ വേതനത്തിന്. എന്നിട്ട് ആ അസംസ്കൃത വസ്തു പരുത്തി പഞ്ഞി ആയിക്കോട്ടെ, പരുത്തി തുണികളായിക്കോട്ടെ, ഇതെല്ലാം എന്ത് ചെയ്തു? ബ്രിട്ടനിലേക്ക് കയറ്റി അയച്ചു, നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങൾ. പിന്നെയോ, ബ്രിട്ടനിലെ യന്ത്രത്തിൽ നിർമ്മിച്ച വളരെ വില കൂടിയല്ല, വില കുറഞ്ഞ തുണിത്തരങ്ങൾ വൻതോതിൽ ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്തു. ഇന്ത്യൻ നിർമ്മിത തുണിത്തരങ്ങൾക്ക് ഉയർന്ന നികുതി ചുമത്തി. ഓക്കെ അല്ലേ? ഇനി ഇതൊന്ന് നോക്കുക, ശരിയായ ക്രമത്തിലാക്കുക. യെസ്, എന്താണ്? എ ആണ് അല്ലെ? എങ്ങനെയാണ്? മറാത്ത ബീലുകളാണ്, ബീലുകൾ. അഹമ്മദ് നഗറിലെ കോലികൾ, ഇങ്ങനെ തന്നെ എഴുതിയിട്ടില്ലേ ടെക്സ്റ്റില്? അഹമ്മദ് നഗറിലെ കോലികൾ. ഛോട്ടാ നാഗ്പൂർ കോളുകൾ. പിന്നെയോ, രാജ്മഹൽ കുന്ന് സാന്താൽമാർ. വയനാട് കുറിച്ച്. ഓക്കെ. ഇവിടെ ഒന്നുകൂടെ വരണല്ലേ? ഓക്കെ ഗായ്സ്, മനസ്സിലായി. ഇതാ ഇപ്പൊ ക്ലിയർ ആണോ? ഇവിടെ ഒരു വരയിട്ട് ഈ പ്രശ്നം ഞാൻ താൽക്കാലികമായി പരിഹരിച്ചിരിക്കുകയാണ്. ഓക്കെ. അപ്പൊ നമുക്ക് PDF കറക്റ്റ് ആയിട്ട് തരാട്ടാ. PDF കറക്റ്റ് ആക്കിയിട്ട് തരാവേ. ഫറാസി കലാപം പൊട്ടിപ്പുറപ്പെട്ടത് എവിടെയാണ്? ബംഗാളാണ് ഫറാസി കലാപം. ഈ ഫറാസി കലാപങ്ങൾക്ക് ഒരു പ്രത്യേകത. എന്താണ് ഫറാസി കലാപങ്ങള്? നമ്മുടെ കേരളത്തിൽ നടന്ന മാപ്പിളക്കലാപങ്ങളുമായി ബന്ധപ്പെട്ടിട്ടല്ല, മാപ്പിളക്കലാപങ്ങളുമായിട്ട് ഒരു സിമിലാരിറ്റി ഉള്ള, സാദൃശ്യമുള്ള കലാപങ്ങളാണ് ഫറാസി കലാപങ്ങൾ.
ഇവിടെ മാപ്പിള കലാപങ്ങൾ നടന്ന കാലഘട്ടത്തിലാണ് അവിടെ ഫറാസി കലാപങ്ങൾ നടന്നത്. ഏകദേശം അതുപോലെയുള്ള മലബാർ മോഡൽ. യെസ്, മലബാർ മോഡൽ. മനേഷെ ഇനി മിസ് ചെയ്യരുത് കേട്ടോ. അതിൽ നിന്ന് ഇതിലേക്ക് ചാടിയ പോലെ ഇതിന്ന് വേറെ ഏതെങ്കിലും ചാടാനില്ല. നമ്മൾ ഉറപ്പായിട്ട് ഇത് ക്യാച്ച് ചെയ്യണം, ഇത് ക്രാക്ക് ചെയ്യണം, എക്സാം വഴി തകർക്കണം. ഓക്കെ, തകർക്കണം. സാന്താൾ കലാപവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന. ബംഗാൾ പ്രവിശ്യയിലെ രാജ്മഹൽ കുന്നുകളിലായിരുന്നു സാന്താൾ ഗോത്ര ജനത താമസിച്ചിരുന്നത്. കൊള്ളപ്പലിശക്കാരുടെയും കമ്പനി ഉദ്യോഗസ്ഥന്മാരുടെയും ചൂഷണത്തിനിരയായ ഗോത്ര ജനത നടത്തിയ കലാപമാണ് സാന്താൾ കലാപം. ഓക്കെ. രാജ്മഹൽ കുന്നുകളെ നിണമണിയിച്ച ഈ കലാപത്തിൽ 1500-ലധികം സാന്താൾ ജനതയാണ് ജീവൻ ബലിയർപ്പിച്ചത്. 1500-ലധികം സാന്താൾ ജനതയാണ് ജീവൻ ബലിയർപ്പിച്ചത്. അതുപോലെ സിദ്ധുവും കൻഹുവുമായിരുന്നു ഈ കലാപത്തിന് നേതൃത്വം കൊടുത്തത്. ഇതിലെന്താണ് തെറ്റെന്താണ്? ബംഗാൾ പ്രവിശ്യയിലെ രാജ്മഹൽ കുന്നുകളിലായിരുന്നു സാന്താൾ ഗോത്ര ജനത താമസിച്ചിരുന്നത്. കൊള്ളപ്പലിശക്കാരുടെയും കമ്പനി ഉദ്യോഗസ്ഥന്മാരുടെയും ചൂഷണത്തിനിരയായ ഗോത്ര ജനത നടത്തിയ കലാപമാണ് സാന്താൾ കലാപം. രാജ്മഹൽ കുന്നുകളെ നിണമണിയിച്ച ഈ കലാപത്തിൽ 1500-ലധികം സാന്താൾ ജനതയാണ് ജീവൻ ബലിയർപ്പിച്ചത്. സിദ്ധുവും കൻഹുവുമായിരുന്നു ഈ കലാപത്തിന് നേതൃത്വം കൊടുത്തത്. എന്താണ്? നെറ്റ് സ്ലോ ആയ? ഓക്കെ, യെസ്, ക്ലിയർ ആണല്ലേ? എന്താണ് 1500? 1500 ആണോ? അല്ലല്ലല്ല, 15,000. 15,000-ലധികം പേരാണ്. 15,000-ലധികം പേരാണ് മരിച്ചത് സാന്താൾ ജനത. അടുത്ത ക്വസ്റ്റ്യൻ. ഒന്നാം സ്വതന്ത്ര സമരവുമായി ബന്ധപ്പെട്ട് ബഹദൂർ ഷാ രണ്ടാമനെ നാടുകടത്തിയത്, അല്ലെ? നമ്മളിപ്പോ പറഞ്ഞ് അവസാനിപ്പിച്ചേ ഉള്ളൂ. എങ്ങനെയാണ് ബഹദൂർ ഷാ രണ്ടാമനെ നാടുകടത്തിയത്? റംഗൂണിലേക്ക്, അല്ലെ? ബഹദൂർ ഷാ രണ്ടാമൻ റംഗൂണിലേക്ക്, നാനാ സാഹിബിനെ നേപ്പാളിലേക്ക്. ഒന്നാം സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് തിരുനെൽവേലിക്ക് നാടുകടത്തിയത് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള. ഓക്കെ, ശരിയായ ക്രമത്തിലാക്കുക. യെസ്, ടെക്സ്റ്റിലുള്ളതിന് പ്രകാരം ഔദിൽ നമ്മൾ ആരെ പറഞ്ഞിട്ടുണ്ട്? ബീഗം അസത്മാരുണ്ട്, രാജാ ചൈത് സിംഗ് ഉണ്ട്, അല്ലെ? പിന്നെയോ തിരുവിതാംകൂർ വേലുത്തമ്പി ദളവ, തിരുനെൽവേലി വീരപാണ്ഡ്യക്കട്ടബൊമ്മൻ, ശിവഗംഗ മരുതുപാണ്ഡ്യൻ, കർണാടക കിറ്റൂർ ചെന്നമ്മ, അല്ലെ? ശരിയായിരിക്കും അല്ലെ? ഡി. അടുത്ത ക്വസ്റ്റ്യൻ. ഒന്നാം സ്വാതന്ത്ര്യ സമരം പരാജയപ്പെടാനുണ്ടായ കാരണങ്ങളിൽ പെടാത്തതാണ്. ഒന്നാം സ്വാതന്ത്ര്യ സമരം പരാജയപ്പെടാനുണ്ടായ കാരണങ്ങളിൽ പെടാത്തത്. ഉത്തരേന്ത്യയിൽ മിക്ക സ്ഥലങ്ങളിലും കലാപം ഉണ്ടായെങ്കിലും ഇതിനൊരു സംഘടിത സ്വഭാവം ഉണ്ടായിരുന്നില്ല. കലാപകാരികളെ അപേക്ഷിച്ച് സൈനിക ശേഷിയും സംഘാടന മികവും മെച്ചപ്പെട്ട ആയുധങ്ങളും കമ്പനിക്കുണ്ടായിരുന്നു. ഇന്ത്യക്കാരിൽ എല്ലാ വിഭാഗങ്ങളുടെയും പിന്തുണ നേടുന്നതിൽ കലാപകാരികൾ പരാജയപ്പെട്ടു. ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നേടിയ ഇന്ത്യക്കാർ സമരത്തെ അനുകൂലിച്ചു. സമ്പന്നരായ നാട്ടുരാജാക്കന്മാർ കമ്പനിക്ക് പിന്തുണ നൽകിയിരുന്നില്ല. വിദ്യാഭ്യാസം നേടിയ ആളുകൾ സമരത്തെ അനുകൂലിച്ചില്ല. എന്താണ്? സമരത്തിനെതിരായിരുന്നു. കമ്പനിക്ക് അതുപോലെ സമ്പന്നരായ നാട്ടുരാജാക്കന്മാർ കമ്പനിക്ക് പിന്തുണ നൽകിയില്ലേ? ഒന്നാം സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട പേരുകൾ ശരിയായി ക്രമപ്പെടുത്തുക. ക്ലിയർ അല്ലേ? 4 അല്ലേ? ജീവിതത്തിന്റെ പകൽ തീരാറായി, സന്ധ്യ പടർന്നു തുടങ്ങിയിരിക്കുന്നു. ഇനി ഇരു കാലുകളും നീട്ടി ശവക്കല്ലറയിൽ ഉറങ്ങാം. പ്രസ്താവന ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അല്ലയോ നിർഭാഗ്യവാനായ സഫർ, ജനിച്ച മണ്ണിൽ 6 അടി മണ്ണ് പോലും ഇല്ലാത്ത നീ എത്ര നിർഭാഗ്യവാൻ എന്ന് പറഞ്ഞ ആരാണ്? ബഹദൂർ ഷാ സഫർ. ഒരു മുഗൾ രാജാവിന്റെ അവസാനത്തെ വിലാപമാണ്, അല്ലെ?
ഒന്നാം സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം ഇന്ത്യയുടെ ഭരണ സംവിധാനത്തിൽ ഒരു മാറ്റവും വരുത്തിയില്ല. കമ്പനി ഭരണത്തിനെതിരെ നാടിന്റെ മോചനത്തിനായുള്ള ആദ്യത്തെ ബഹുജന സമരമായിരുന്നു. കലാപത്തിന്റെ ശക്തി മതത്തിന് അതീതമായി ഇന്ത്യൻ ജനത ഉയർത്തിയ ഐക്യബോധമായിരുന്നു. ബഹദൂർ ഷായെ ഹിന്ദുസ്ഥാൻ ഇന്ത്യയുടെ ചക്രവർത്തിയായി പ്രഖ്യാപിച്ചു. ബ്രിട്ടീഷ് രാജ്ഞിയുടെ 1857 വിപ്ലവത്തോടെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം അവസാനിച്ചു. ഇന്ത്യയുടെ ഭരണം ബ്രിട്ടീഷ് രാജ്ഞിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലായി. ഇതേതാണ്? ക്ലാസ് എത്ര മണി വരെയാണല്ലേ? 8:30 വരെ. നമ്മുടെ ക്ലാസ്സിന് അങ്ങനെയൊന്നും ഇല്ലാട്ടാ. പക്ഷെ 8:30 വരെ ആണെന്ന് ഒരു ലിമിറ്റ് വെക്കാനുള്ള കാരണം എന്താ അറിയോ? 8:30 ഒപ്പത്തിൽ വേറൊരു ക്ലാസ് ഉള്ളതുകൊണ്ടാണ്. ആക്ച്വലി നമ്മൾ നമ്മുടെ PDF കഴിയുന്നവരെയാണ് ക്ലാസ് എടുക്കുക. അത്രേ ഉള്ളൂ. നോ ലിമിറ്റ്സ്. നമ്മൾ പോയിട്ടേയിരിക്കും. പക്ഷെ ഇന്ന് 8:30 ക്ലാസ് അവസാനിപ്പിക്കണം എന്ന് പറഞ്ഞിരിക്കുക. കാരണം ഒരു ക്ലാസ് ഉണ്ട്. എനിക്ക് തോന്നുന്നില്ല, ചിലപ്പോൾ 8:30 അവസാനിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇവിടെ ബി പറഞ്ഞു നിങ്ങൾ ആൻസർ. യെസ്, ബി ആണ്. എന്താണ് ഇവിടെ? 1858 ആണ് അല്ലെ? 1858 വിപ്ലവത്തോടെയാണ്. ബാക്കിയെല്ലാം ശരിയാണ്. ഇവിടെ എന്താണ്? മാറ്റം വരുത്തി. ഭരണത്തിൽ മാറ്റം വരുത്തിയതുകൊണ്ടല്ലേ ബ്രിട്ടീഷ് രാജ്ഞി ഏറ്റെടുത്തത് അല്ലെ? ശരിയായ പ്രസ്താവനകൾ 2, 3, 4. 2 ശരിയാണ്, 3 ശരിയാണ്, 4 ശരിയാണ്. 1, 5 തെറ്റിട്ടാ. നിസ്സഹകരണ സമരത്തിന്റെ പ്രഖ്യാപിത ആശയങ്ങളിൽ ഉൾപ്പെടാത്തത്. എന്താണ്? നികുതി നൽകാതിരിക്കുക, തിരഞ്ഞെടുപ്പുകൾ ബഹിഷ്കരിക്കുക, കൃഷിയിടങ്ങൾ തരിശിടുക, ബ്രിട്ടീഷ് പുരസ്കാരങ്ങൾ നൽകുക. നമ്മൾ കൂടെ തന്നെ ഉണ്ട്, ഫുള്ളായിട്ട് കൂടെ തന്നെ ഉണ്ട് നിങ്ങൾ. അപ്പോ സമയം നമ്മളെ സംബന്ധിച്ചിടത്തോളം വിഷയമല്ല, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വിഷയമാണെങ്കിൽ അറിയില്ല. കൃഷിയിടങ്ങൾ തരിശിടുക അല്ലെ? ചെയ്യാൻ പാടില്ല അല്ലെ? കൃഷിയിടങ്ങൾ തരിശിടരുത്. കൃഷിയിടങ്ങൾ തരിശിടുക എന്നുള്ളതാണ് അവിടെ തെറ്റായുള്ളത്. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ ആദ്യ ദേശീയ പ്രക്ഷോഭം. ഗാന്ധിജി അത് ചോദിച്ചു, അടുത്തും കൂടെ ചോദിച്ചാണ്. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ ആദ്യ ദേശീയ പ്രക്ഷോഭം നിസ്സഹകരണ പ്രക്ഷോഭമാണ് കേട്ടോ. അത് ആരംഭിച്ചപ്പോഴാണ് 1920 ഓഗസ്റ്റ് 1. ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം ആരംഭിക്കാൻ തീരുമാനിച്ചത് 1920 ഓഗസ്റ്റ് 1 ആരംഭിക്കാൻ തീരുമാനിച്ചത് 1920 ഓഗസ്റ്റ് 1. നിസ്സഹകരണ പ്രസ്ഥാനത്തിന്റെ പ്രഖ്യാപിത നയങ്ങൾ എന്തൊക്കെയാണ്? നികുതി നൽകാതിരിക്കുക, നിസ്സഹകരണം. ഒരു സഹകരണവും ഇല്ല. പക്ഷെ നിങ്ങളുടെ അടുത്തുനിന്ന് അത് പ്രതീക്ഷിക്കുന്നില്ല. നല്ല സഹകരണം വേണം, എങ്കിൽ മാത്രമേ നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഓക്കെ, ഒരുമിച്ചാണ് മുന്നോട്ട് പോകേണ്ടത്. ഒരാൾ പുറകിലും ഒരാൾ മുമ്പിലും അല്ല, കൂടെ തന്നെയാണ് പോകേണ്ടത് അല്ലെ? ഒപ്പമാണ് പോകേണ്ടത്, കൂടെയാണ് പോകേണ്ടത്. അപ്പോൾ ഒരുമിച്ച് വരിക. തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കണ്ടേ? നിസ്സഹകരണം. പുരസ്കാരങ്ങൾ, ഒരു പുരസ്കാരവും വേണ്ടാന്ന് പറഞ്ഞു. വിദേശ വസ്തുക്കൾ ബഹിഷ്കരിക്കുക. വക്കീലന്മാർ കോടതി ബഹിഷ്കരിക്കുക. ഈ വക്കീലന്മാർ കോടതി ബഹിഷ്കരിക്കുക എന്ന് പറഞ്ഞ് ഗാന്ധിജിയുടെ വാക്ക് കേട്ട് ചാടി പുറപ്പെട്ട് വന്ന 2 ആളുകളാണ്. ആരൊക്കെയാണ്? നമ്മുടെ CR ദാസും മോത്തിലാൽ നെഹ്റു ഒക്കെ കോടതിയൊക്കെ വേണ്ടാന്ന് വെച്ചു. അവര് വക്കീലന്മാരായിരുന്നു, അതൊക്കെ വേണ്ട വെച്ചിട്ട് വന്നു അല്ലെ? എല്ലാം ബഹിഷ്കരിച്ചു. പുരസ്കാരങ്ങൾ ബഹിഷ്കരിച്ചു, വിദേശ വസ്തുക്കൾ ബഹിഷ്കരിച്ചു. ലാസ്റ്റ് അൺഫോർച്ചുനേറ്റ്ലി എന്ത് സംഭവിച്ചു? നമ്മുടെ ചൗരി ചൗര സംഭവം 2000 എപ്പോഴാണ്? 1922 അല്ലേ? 1922 ചൗരി ചൗര സംഭവം നടന്നതിന്റെ അടിസ്ഥാനമായിട്ട് ഗാന്ധിജി അങ്ങോട്ട് പിൻവലിച്ചു. നമ്മുടെ ജോലി അങ്ങോട്ട് പോയി. ആരുടെയൊക്കെ? ഇന്നസെന്റ് തിലകനോട് തെറി പറയില്ലേ? ലോട്ടറി അടിച്ചു എന്ന് പറഞ്ഞിട്ട് പോയി പറയില്ലേ? അതുപോലെ ആയി പോയില്ലേ? എന്ത് ചെയ്യാം? ഒന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെ അവരുടെ പണി പോയി. അങ്ങനെ അതിന്റെ ആ ഒരു ദേഷ്യത്തിലാണ് അവരെന്ത് ചെയ്ത്? സ്വദേശി പ്രസ്ഥാനം രൂപീകരിച്ചത്. നിബദ്ധമാല എന്ന ദേശാഭിമാന ബോധം തുളുമ്പുന്ന കൃതി ഏത് ഭാഷയിൽ രചിക്കപ്പെട്ടതാണ്? നിബദ്ധമാല എന്ന ദേശാഭിമാന ബോധം തുളുമ്പുന്ന കൃതി ഏത് ഭാഷയിൽ രചിക്കപ്പെട്ടതാണ്?
യെസ് 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 മറാത്തിയാണ് അല്ലേ. നിബന്ധമാല മറാത്തിയാണ്, സി ആണ് മറാത്തി. രവീന്ദ്രനാഥ ടാഗോറിന്റെ പ്രധാന കൃതികളാണ് ഗോര, ഗീതാഞ്ജലി, ബംഗാളിയിലാണ് കേട്ടോ ഗീതാഞ്ജലി. അതുപോലെ പ്രേംചന്ദിന്റെ ഏതാണ്? ഇതൊക്കെ ചോദിച്ചിട്ടുണ്ട്. പ്രേംചന്ദിന്റെ കുറച്ച് നാൾ മുമ്പത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ചോദിച്ചതാ. പ്രേംചന്ദ് എന്താണ്? ഇത് പ്രേമാശ്രമം വളരെ ഇമ്പോർട്ടൻ്റ് ആട്ടോ. എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. സേവാസദൻ, പ്രേമാശ്രമം, രംഗഭൂമി ഗോദാൻ, സുബ്രഹ്മണ്യ ഭാരതി ഏതാണ്? പാഞ്ചാലി ശപഥം. കളിപ്പാട്ട്, കണ്ണൻപാട്ട്, കുയിൽപ്പാട്ട്. തമിഴില് കേട്ടാ. അൽതാഫ് ഹുസൈൻ ഹാലിയുടെയാണ് ഹയാദി ജാവിദ്, ഉറുദു. അതുപോലെ തന്നെ ആരാണ് ഈ നിബന്ധമാല എഴുതിയ ആരാണ്? വിഷ്ണു കൃഷ്ണ ചില്ലുങ്കർ. നിബന്ധമാല മറാത്തി. നമ്മുടെ സ്വന്തം വള്ളത്തോൾ നാരായണ മേനോനോ? എന്റെ ഗുരുനാഥൻ ഇന്ത്യയുടെ കരച്ചൽ, മലയാളം. ഝാൻസി റാണി വീരമൃത്യു വരിച്ച വർഷം നമ്മൾ ഡിസ്കസ് ചെയ്താണ്. വേഗം പറയുക. ടൈം പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഇടയിൽ നെറ്റും പോകുന്നുണ്ട് അല്ലെ? എല്ലാം പോകുന്നുണ്ട്. വേഗം ആളുകളും പോകുന്നുണ്ട്. ലൈവിലുള്ള ആളുകളും ഓടി പോകുന്നുണ്ട്. 1858 ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ട തീയതിയാണ് 1857 മെയ് 10. ഡെവിൾസ് വിൻ ചെകുത്താന്റെ കാറ്റ് എന്ന് ഇംഗ്ലീഷ് വിശേഷിപ്പിച്ചത് 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ. 1857 വിപ്ലവത്തിലെ ആദ്യ രക്തസാക്ഷി മംഗൾ പാണ്ഡെ തൂക്കിലേറ്റിയ വർഷം 1857 ഏപ്രിൽ 8. മംഗൾ പാണ്ഡെ അംഗമായിരുന്ന പട്ടാള യൂണിറ്റാണ് 34th ബംഗാൾ ഇൻഫൻട്രി. മംഗൾ പാണ്ഡെയെ കുറിച്ച് പുറത്തിറങ്ങിയ സിനിമയാണ് മംഗൾ പാണ്ഡെ ദ റൈസിംഗ്. ബ്രിട്ടീഷുകാർ 1857 വിപ്ലവത്തിന് നൽകിയ പേരാണ് ശിപായി ലഹള. 1857 വിപ്ലവത്തിന്റെ ബുദ്ധി കേന്ദ്രം എന്നറിയപ്പെടുന്നതാണ് നാനാ സാഹിബാണ്. 1857 വിപ്ലവത്തിന്റെ ഫലമായി നാടുകടത്തപ്പെട്ട രാജാവ് ബഹദൂർ ഷാ സഫർ. നമ്മൾ ഒരു തവണ വായിച്ചാണ്, അതുകൊണ്ടാണ് സ്പീഡായി പറഞ്ഞു പോകുന്നത്. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം ആരംഭിച്ചത് എവിടെ വെച്ചായിരുന്നു? 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം ആരംഭിച്ചത് എവിടെ വെച്ചായിരുന്നു? നമ്മൾ ഇപ്പൊ പറഞ്ഞാണ് കേട്ടോ. നമ്മൾ വേഗം പോവാണ്. എന്ന് പറഞ്ഞ എക്സാമിന് വേണ്ടിയിട്ടില്ലേ 2015 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ടാണ് ഇത് വീണ്ടും ആവർത്തിച്ചത്. ഓക്കെ, ചോദിച്ച ക്വസ്റ്റ്യൻ നിങ്ങൾക്കൊന്ന് അറിയണ്ടേ? പിന്നെയോ, ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലെ ആദ്യത്തെ രക്തസാക്ഷി ഫോറസ്റ്റ് ഗാർഡ് 2015 ചോദിച്ചാണ് അല്ലെ. നമ്മളിപ്പോ മൂന്നാമത്തെ പ്രാവശ്യം ഈ ക്വസ്റ്റ്യനിലൂടെ വരുന്നത്, അതുകൊണ്ട് ഇത് വെയിറ്റ് ചെയ്യിക്കുന്നില്ല. യെസ്. പിന്നെയോ, 1887 വിപ്ലവത്തിന് ലക്നൌവിൽ നേതൃത്വം നൽകിയത് ആരാണ്? അറ്റൻഡർ ഗേഡ് 2 2018. ലക്നൌവിൽ ആരാണ്? ബീഗം ഹസരത് മഹൽ. 1887 മഹത്തായ വിപ്ലവത്തിന് നേതൃത്വം നൽകിയ മുഗൾ ചക്രവർത്തി വുമൺ പോലീസ് കോൺസ്റ്റബിൾ 2018. ഇതിൽ നോക്കൂ, ആയ വന്നു. വളരെ ബേസ് ആയിട്ടുള്ള LGS ലെവലുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ് ആയക്ക്. ഇതാണല്ലേ ആയ എന്ന് പറയുന്നത് 2015 ആയ എന്ന് പറഞ്ഞാൽ വളരെ ബേസ് ആയിട്ട് LGSന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആണെങ്കിൽ പോലും അതിലും കുറഞ്ഞ നിലവാരത്തിലുള്ള ക്വസ്റ്റ്യൻ ആണ് ഇതിൽ ചോദിക്കുക. ഓക്കെ, 7ാം ക്ലാസ് പാസ് ഒക്കെ തന്നെയാണ് അതിലും. എഴുത്തും അതിനറിയാം 7ാം ക്ലാസ് പാസ് എന്തോ ആണ്. പിന്നെയോ, അടുത്തത് ഫോറസ്റ്റ് ഗാർഡ് +2 അല്ലേ? +2 ക്വാളിഫിക്കേഷൻ അല്ലേ? അറ്റൻഡർ ഗ്രേഡ് 2 ഏതാണ്? ഡിഗ്രി ലെവൽ അറ്റൻഡർ ഗ്രേഡ് 2 അല്ലാണോ? ഗ്രേഡ് 2 എക്സാം അറ്റൻഡർ ഗ്രേഡ് 2 ഡിഗ്രി ലെവൽ ആയിരിക്കാനാണ് സാധ്യത. എന്നാൽ അതൊന്നും ചോദിച്ചിട്ടുണ്ട്. നമ്മൾ പഠിച്ച ഇതേ ഒരു മേഖലയല്ലേ. ഇതിലിപ്പോ LGSന് വേണ്ടിയിട്ട് വേറെ ക്വസ്റ്റ്യൻ, ഡിഗ്രിക്ക് വേണ്ടിയിട്ട് വേറെ ക്വസ്റ്റ്യൻ ആണോ ചോദിച്ചത്? ആണോ? പറയൂ. വുമൺ പോലീസ് കോൺസ്റ്റബിൾ +2 അല്ലേ? ഇത് LGSനും ചോദിച്ചിട്ടുണ്ട് ഇതേ ക്വസ്റ്റ്യൻ. 1887 മഹത്തായ വിപ്ലവത്തിന് നേതൃത്വം നൽകിയ മുഗൾ ചക്രവർത്തി ആരാണ്? ബഹദൂർ ഷാ രണ്ടാമൻ, ബഹദൂർ ഷാ സഫർ. മനസ്സിലായില്ലേ? അതിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ തരുന്നത്. 1887 കലാപത്തിൽ ഝാൻസി റാണിയെ പരാജയപ്പെടുത്തിയ ബ്രിട്ടീഷ് ഓഫീസർ 2018 സിവിൽ പോലീസ് ഓഫീസർ. ക്വാളിഫിക്കേഷൻ എന്താണ്? +2 അല്ലേ? ജനറൽ ഹ്യൂ ഗ്രോസ് അല്ലേ? നമ്മൾ ഡിസ്കസ് ചെയ്താണ് നേരത്തെ, ക്വസ്റ്റ്യൻ കണ്ടതാണ്. ഓക്കെ.